മാനസികമായ പൊരുത്തമില്ലായ്മ പ്രധാന കാരണമായി ഉന്നയിച്ച് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീമാൻ ജയരാജ്, ശ്രീമതി ഉഷ ജയരാജ് എന്നിവർ പരസ്പര സമ്മതത്തോടെ സമർപ്പിച്ചിരിക്കുന്ന ഹർജിക്കാര്യത്തിൽ വേറിട്ട് ജീവിക്കുന്നതാണ് ഇരുകൂട്ടരുടെയും ഭാവി ശ്രേയസ്സിന് ഉത്തമമെന്ന് കോടതിക്ക് ബോധിച്ചിരിക്കുകയാണ്. എങ്കിലും വിദ്യാസമ്പന്നരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ളവരുമായ ദമ്പതിമാർക്ക് തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കുന്നതിനും വേണമെങ്കിൽ യോജിക്കുന്നതിനുമായി 6 മാസത്തെ സമയം കോടതി നൽകുന്നു. ഈ കാലയളവിൽ അവരുടെ ഏകപുത്രിയായ ഗീതുവിന്റെ സംരക്ഷണ ചുമതലയെ ചൊല്ലി 2 കൂട്ടരും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും ലഭിക്കാൻ കുട്ടി ആഴ്ചയിൽ 4 ദിവസം അമ്മയുടെ കൂടെയും 3 ദിവസം അച്ഛന്റെ കൂടെയും കഴിയാൻ കോടതി നിർദ്ദേശിക്കുന്നു. ഗീതുമോളെ, ഗീതുമോൾ ഇവിടെ നിൽക്കുക. എല്ലാവരും പൂവായി. പ്രാവുണ്ടോ മോളില്? അതിന്റെ ഫാമിലി ഉണ്ട്. കുട്ടികളെ ഞാൻ കണ്ടുല്ലോ. ചെറിയതാ. ഓഹോ, പഴക്കം നടക്കുക. എന്താ കാര്യം അറിയോ? ഇല്ല. എന്താ ഉണ്ടായത്? അതെങ്ങനെ അറിയാ? അതിന്റെ ഭാഷ നമുക്ക് അറിയില്ലല്ലോ. മോള് പറഞ്ഞത് ശരിയാ. പ്രാവിന്റെ മാത്രല്ല, മനുഷ്യര് വഴക്കിടുന്നതിന്റെ ഭാഷയും ഈ പൊതുവാളിന് മനസ്സിലാവണില്ല. ജയരാജ, വണ്ടി എടുക്ക്. പോയിട്ട് കാര്യമായ ജോലികൾ വേറെ ഉണ്ട്. ഗീതു, get into the car. അപ്പൊ എങ്ങനെ 4 ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമോ അതോ ഞങ്ങൾ അങ്ങോട്ട് വന്ന് കുഞ്ഞിനെ എങ്ങനെ എന്റെ അറേഞ്ച്മെന്റ്സ്? എങ്ങനെയാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എന്താ പോരെ? അയ്യാ, ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയായിരുന്നു ഇപ്പൊ തോന്നാതെ ഇല്ല. കുറെയൊക്കെ സഹിച്ചും ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചും കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടം വരെ എത്താതെ കഴിക്കായിരുന്നു. ആണുങ്ങൾക്ക് ഇനിയൊരു സംബന്ധം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഉഷക്കുഞ്ഞിന്റെ ഭാവി അല്ല, ഞാൻ എന്റെ തലയിൽ തോന്നിയത്. തലയിൽ അങ്ങനെ പലതും തോന്നും. അതൊന്നും പുറത്തേക്ക് എടുത്ത് വിളമ്പണ്ട. തെറ്റും ശരിയൊക്കെ നിശ്ചയിക്കാൻ അവളുടെ അമ്മയായ ഞാനുണ്ട്. തുടക്കം മുതലേ ഞാൻ കരുതിയതാ ഇതിങ്ങനെ അവസാനിക്കുള്ളൂ എന്ന്. നമ്മുടെ തറവാടിനും അന്തസ്സിനും തീരെ യോജിക്കാത്ത വർഗം. കൾച്ചർ എന്ന് പറയുന്നത് അടുത്തോടെ പോയിട്ടില്ല. ഡോക്ടറെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. കുടുംബക്കാരെ പറ്റി യശോധരമ്മ പറഞ്ഞത് ശരിയാ. അയാളും കണക്കാ. ചക്കരയും തേങ്ങയും പറഞ്ഞ് എന്റെ മോളെ വശീകരിച്ചെടുത്തതല്ലേ അവൻ. പ്രേമമാണത്രേ, പ്രേമം. തൃപ്തിയായില്ല നിനക്ക്? മംഗലത്ത് തറവാട്ടിൽ ആദ്യമായിട്ടാ ഡൈവോഴ്സും കോടതി കയറ്റും ഒക്കെ. 18 കൊല്ലം ജസ്റ്റിസിന്റെ കസേരയിലിരുന്ന എനിക്ക് ഇതുപോലൊരു നാണക്കേട് വരാനില്ല. യശോധരമ്മയ്ക്ക് നാണക്കേട് ഉണ്ടായി എന്ന് പറഞ്ഞത് ശരി. പക്ഷേ ഉഷക്കുഞ്ഞിനും മനപ്രയാസം ഉണ്ടെന്നുള്ളതും അതിനേക്കാളും വലിയൊരു ശരിയല്ലേ? കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും, പിന്നെ അതൊക്കെ മാറും. ഒറ്റ ഡിസപ്പോയിന്റ്മെന്റേ ഉള്ളൂ എനിക്ക്. ഇത് കുറച്ച് നേരത്തെ ആവാമായിരുന്നു. കുട്ടി ജനിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ. അമ്മേ, വേഗം തുറക്കടാ. നല്ലതിനോ ചീത്തയ്ക്കോ എനിക്കും വല്യേച്ചിക്കും വിവാഹത്തിന് യോഗം ഉണ്ടായില്ല. ചേച്ചിക്ക് ഇനി അതൊട്ട് പ്രതീക്ഷിക്കാൻ വേണ്ട. നീ പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ വിവാഹ ദല്ലാളന്മാരുടെ കൂട്ടത്തല്ലായിരുന്നു വീട്ടുമുറ്റത്ത്. പണത്തിന്റെയും പണ്ടത്തിന്റെയും കണക്കുകൾ ഓരോരുത്തരും ഒന്ന് പറയുന്നത് കേട്ടപ്പോ എന്റെ തല കറങ്ങിപ്പോയി. എന്നിട്ട് നീ കാണിച്ച കടുങ്കൈ ഓർക്കുമ്പോ ജയരാജ പറയുമ്പോ പേഷ്കാരും ദിവാൻജിയുള്ള കുടുംബക്കാരാണെന്നൊക്കെ പറയാം. അതുകൊണ്ട് അവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം നന്നായിക്കൊള്ളണമെന്നില്ല. അഹങ്കാരം പറ്റിയ ജാതികളാണെന്ന് നാട്ടുകാർ പറയുന്നത് വെറുതെ അല്ലടാ. നിനക്ക് എന്തായാലും തീർന്നല്ലോ. ഇനി ജസ്റ്റിസ് അമ്മായിയുടെ പത്രാസന്റെ പട്ടിക്ക് വേണം അല്ലേ വല്യേച്ചി? ജയരാജേ, ജയരാജ നീ നോക്കിക്കോ. ഈ ഒരു 6 മാസം ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ ഒരു 6 ദിവസത്തിനുള്ളിൽ 6 ജസ്റ്റിസുമാരെ വിലക്ക് മേടിക്കാൻ കഴിവുള്ള ഒരു തറവാട്ടിൽ നിന്നും നല്ല പൈങ്കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ നിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ ചേട്ടാന്ന് വിളിക്കും. ഞാൻ നിന്നെ വല്യേട്ടാന്ന് വിളിക്കും. രണ്ടുപേർക്കും നിർത്തിയിട്ട് പോവാമോ?
പാറുമ്മ പറയാ ഇനി ഡാഡി മമ്മിയുടെ കൂടെ കൂടൂലെന്ന്. ആണോ മമ്മി? ഗീതുവിന് ഉറങ്ങാറായില്ലേ? പിന്നെ പറയാ ഞാൻ ഡാഡിയുടെ വീട്ടിലും താമസിക്കണോ ഇവിടെയും താമസിക്കണോന്ന്. അതെന്താ മമ്മി? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വേലക്കാരിയുടെ അടുത്ത് കിന്നാരം പറയാൻ പോരുതെന്ന്? ഞാൻ പോയതല്ല, അവര് കിന്നാരം പറയാൻ വന്നതാ. മോള് പോയി കിടന്നുറങ്ങ. ഞാൻ മമ്മിയുടെ അടുത്താ. വേണ്ട, മോളുടെ റൂമിൽ കിടന്നാ മതി. ചെല്ല്, ഗോ ടു യുവർ റൂം. ഇന്ന് മാത്രം കിടക്കട്ടെ. ഇന്ന് മമ്മിക്ക് തനിച്ച് കിടക്കണം. മോള് പോ. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ്. ആ ഇതാര്? ഗീതമോൾ ഇവിടെ ഇരിക്കി. ആ ഗീതമോൾക്ക് ഉറക്കം വരണില്ല അല്ലേ? അതെങ്ങനെ ഉറക്കം വരും? ഉറക്കം വരണമെങ്കിൽ അപ്പൂപ്പനൊരു കഥ പറയണ്ടേ? വേണ്ട. അതെന്താ വേണ്ടാത്തെ? ഇന്ന് അപ്പൂപ്പൻ പുതിയൊരു കഥ പറയാ. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു ഉണ്ടനും ഒരു ഉണ്ടത്തിയും ഉണ്ടായിരുന്നു. കിങ് കോങ്ങും വൈഫുവാ. ഇത് ഉണ്ടത്തിയും. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം കാലത്ത് കൃത്യം 7 മണിക്ക് അവർക്ക് നെയ്യപ്പം തിന്നണമെന്നൊരു മോഹം. വിറക് വെട്ടാൻ കാട്ടി പോയി. അവിടെ ഒരു പുലിയെ കണ്ടു. ഈ കഥ എങ്ങനെയാ മോൾക്കറിയാ? ഇതല്ലേ ഇന്നലെയും പറഞ്ഞത്. എന്നാലേ അപ്പൂപ്പൻ വേറൊരു കഥ പറയാ. ആ, ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജകുമാരനും സുന്ദരിയായ ഒരു രാജകുമാരിയും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് ഒരു 4 മണിക്ക് നെയ്യപ്പം പഴംപൊരി തിന്നണമെന്നൊരു മോഹം. അവര് രണ്ടുപേരും കൂടി കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോഴോ അവിടെ ഒരു കിങ് കോങ് ദേ ഇതുപോലെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ എന്ത് കഥ കേൾക്കാനാ ഇഷ്ടം? ഒരിടത്തൊരാള് ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കി. എന്നിട്ട് അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി. എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ അങ്ങോട്ട്. എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. എന്തേ ഇരിക്കണേ വെറുതെ? ഗീതു നിക്ക്. ഗീതു ടൈ കെട്ടിട്ട് പോ. ബസ് വന്ന്. പിടിച്ചു. ആ മുഖം തുടക്കേ. പാല് കുടിച്ചാ വാ കഴിവണമെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ആ വരടിത്തള്ള പീപ്പി വിളിച്ച് ചാവാൻ പോവാന്നാ തോന്നണേ. ഒന്ന് വേഗാവട്ടെ. ടാറ്റാ. ഗീതു അമ്മൂമ്മയ്ക്ക് ടാറ്റ പറ. അതൊക്കെ അടുത്ത ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് പറയാം. എന്താ കാമ ചേച്ചി, സുഖം തന്നെയല്ലേ? അല്പ സുഖണ്ട്. എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട എന്റെ പൊന്നെ. നമുക്ക് പോവേ. താൻ എവിടേക്കാ? കുട്ടിക്ക് ഇരിക്കാൻ സീറ്റൊക്കെ ഉണ്ടല്ലോ. സീറ്റൊക്കെ എന്തിനാ? ഒന്ന് പോരെ. വയസ്സും പ്രായമായിട്ട് തമാശ ഒന്നും പോയിട്ട് എന്റെ ദേഹത്ത് തൊട്ട് കളിച്ചാലുണ്ടല്ലോ കാര്യം മാറും. ചേച്ചി താൻ എവിടേക്കോടെ ഞൊളഞ്ഞൊളഞ്ഞ് കയറണേ? അല്ല, കുട്ടിക്ക് വഴിയിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഇപ്പൊ ഒന്ന് മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇറങ്ങി ഇത്തിരി പച്ചമീനോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക വഴുതന എന്തെങ്കിലും ഒന്ന്. കുട്ടിക്ക് എന്താ ആവശ്യം വന്നാലും അതിന് ഞാനുണ്ട്. താൻ എന്റെ കാര്യം ഞാൻ കേറൂട്ടമ്മായി. പോടെ അവിടുന്ന്. നിങ്ങൾ കുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നുണ്ടെന്ന് എനിക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഹെഡ് ടീച്ചറിൽ നിന്ന് പറയാനാണ് ഞാൻ വരുന്നത്, അല്ലാതെ ഓശാരത്തിനല്ല. പോടെ അവിടുന്ന്. താനെ എവിടെ വേണമെങ്കിലും പോയി കംപ്ലൈന്റ് ചെയ്തോ. പോടെ അവിടുന്ന്. എടാ കണ്ണാടി, എണീക്കടാ. ഇത് എന്റെ സീറ്റാ. പറ്റില്ല, ഇന്ന് ഞാനിവിടെ ഇരിക്കും. എണീക്കാൻ. കുട്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട് അവിടെ. വേറെ സീറ്റിലിരുന്നോ? വേണ്ട, എനിക്ക് ഇവിടെ ഇരിക്കണം. എഴുന്നേറ്റ് കൊടുക്കണ പൊണ്ണ. ആ കൊച്ചി ഇരുന്നോട്ടെ അവിടെ. ഞാൻ എനിക്കില്ല. അടിച്ച് ചമ്മന്തിയാക്കും. എണീക്കടാ കണ്ണാടി. പൊടി വരെ കഴുതേ. കിട്ടേണ്ടത് കിട്ടിയപ്പോ നിനക്ക് സമാധാനായില്ലടാ. എണീക്കര അവിടുന്ന്. നീ ഇവിടെ ഇരുന്ന് സമാധാനായിട്ട് കരഞ്ഞോട്ടെ. നിങ്ങളാരും അവനെ ശല്യം ചെയ്യരുത്. ഹാൻഡ്സ് അപ്പ്. ഓ, ഒരു തോക്കുകാരൻ. നായാട്ടിന് പോവാ നീ. ഒരു ദിവസം പിടിച്ചു വലിച്ചു ഒരു ഏറ് കൊടുക്കും. നീയും നിന്റെ ഒരു ഇംഗ്ലീഷും. എനിക്കവിടെ മോനെ വരാൻ ഇഷ്ടമില്ല, വേണ്ടെന്നേ. അത് നടത്തില്ല.
അക്കാമയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്തിനാ അക്കാമ ഈ ബിസിലും കൊണ്ട് നടക്കുന്നത്? വണ്ടി വിടുന്നതായി. ഓ ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഇതിന്റെ അലൈൻമെന്റിന് ഒരു ചെറിയ തകരാറ്, അതൊന്ന് ചെക്ക് ചെയ്യായിരുന്നു. ഫ്രണ്ടിലെ ടയർ ഭയങ്കര തേയ്മാനം. എന്നും റീബിൽഡ് ചെയ്യാനേ സമയമുള്ളൂ. എപ്പോ നോക്കിയാലും ഫാദറിന് ഇതല്ലേ ഉള്ളൂ വിഷയം. വണ്ടികളും മെക്കാനിക്സും. വെറുതെ അല്ല കുട്ടികൾ മെക്കാനിക് അച്ഛൻ വിളിക്കുന്നത്. അതൊരു രസമല്ലേ ഡോക്ടർ? എന്തായാലും മനുഷ്യരെക്കാൾ ഇടപഴകാൻ ഭേദം വാഹനങ്ങളാ. ഡോക്ടർ എന്താ ഈ വഴിക്ക്? ഞാൻ വീട്ടിലേക്കാ, മോളെ കൂടെ കൂട്ടാമെന്ന് കരുതി. അതിന് സ്കൂളിൽ നിന്ന് നേരത്തെ വിട്ടല്ലോ. പിള്ളേരെ വിട്ടിട്ടാ വണ്ടി വന്നത്. ഓ ഐ സി. ദെൻ ഓക്കെ ഫാദർ. ആ ഫോൺ. ഹലോ 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 79560 ആണോ? ഇത് 79,560. സോറി. ഹലോ 79,560 അല്ലേ? ഇത് 79,560 ആണ് ചങ്ങാതി. ഹലോ, ഇത് ചെറുകുന്നത്ത് ഭാസ്കര പിള്ളയാണ്. ഓഹോ, താൻ മരിച്ചില്ലേ? പത്രത്തിൽ ചരമകോളത്തിൽ തന്റെ പേര് കണ്ടല്ലോ. ഒരുപാട് ഭാസ്കര പിള്ളമാര് മരിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനല്ല. അവിടെ സംസാരിക്കാൻ കൊള്ളാവുന്ന മാന്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ കൊടുക്കൂ. ചേട്ടനോട് സംസാരിക്കാൻ പറ്റിയ ഒന്നുകൂടി ഉണ്ട്. അതിനെ പുറത്ത് കൂട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. എന്താ കാര്യം എന്ന് വെച്ചോ പറയടോ. പാക്ക് അര പിള്ള. കുട്ടിയെ എന്തുദ്ദേശിച്ചാണ് ഇന്ന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത്? നിയമപ്രകാരം കുട്ടി ഇന്ന് ഇവിടെ വരേണ്ടതാണ്. കോടതി നിയമം ലംഘിച്ചാൽ അതിന്റെ അനന്തരഫലം എന്താണെന്ന് തനിക്ക് അറിയാമോടോ കിഴങ്ങാൻ പൊതുവാളെ? പാക്കരപ്പിള്ള തോന്നിവാസം പറയരുത്. കുട്ടിയെ ആരും വിളിച്ചോണ്ടൊന്നല്ല. കുട്ടി സ്വമേതാ ബസ്സിൽ വന്നിറങ്ങിയതാ. ഈ കേസും വിധിയൊന്നും അതിന് നിശ്ചയില്ലല്ലോ. പിന്നെ കോടതിക്കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. വക്കീൽ ഗുമസ്തപ്പണിയായിട്ട് കോടതി വരാന്തയിൽ കുറെ നിറങ്ങിയവനാ ഞാൻ കണ്ട അത്ര കോടതിയൊന്നും തന്റെ തറവാട്ടിൽ ആരും കണ്ടിട്ടില്ലടോ പാക്കരപ്പിള്ള. തറവാടിന് പറയുന്നു. തന്റെ തറവാടിന്റെ ഗുണമൊന്നും എന്നോട് പറയണ്ട. എന്താടോ ഇത്ര ചിരിക്കാൻ? ഞങ്ങളൊരു തമാശ പറഞ്ഞിട്ട് ചിരിച്ചതാണ്. തരൂ. തെണ്ടി ചീമ പന്നി തറവാടിനെ തൊട്ട് കളിക്കുന്നു. അടിച്ചു നിന്റെ കരണക്കുറ്റി പൊളിച്ചോളയും. ആരാ സംസാരിക്കുന്നത്? എന്തുവാടോ തന്റെ ശബ്ദം മാറിപ്പോയോ? മൈൻഡ് യുവർ വേർഡ്സ് മിസ്റ്റർ പിള്ളേ. ഞാൻ ഉഷയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഫോൺ എടുത്ത് സംസ്കാരമില്ലാത്ത ഭാഷയിൽ സംസാരിക്കാൻ ഇത് ആരുടെ വീടാണെന്ന് കരുതി? ഇനി മേലിങ്ങനെ ഉണ്ടായാൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. യു അൺകൾച്ചർഡ് ഫൂൾ. ഇംഗ്ലീഷിൽ തെറി പറയുന്നു. ദേ, ഞാൻ നല്ല പച്ച മലയാളത്തിൽ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ. പക്ഷേ ഞങ്ങൾ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവരായതുകൊണ്ട് പറയുന്നില്ല. വെക്കണേ മോനെ ഫോൺ. ഗീതു കേൾക്കാനാ പറയുന്നത്. ആ വീട്ടിൽ പോയാൽ ആരുമായിട്ടും അധികം ഇടപെടാൻ നിൽക്കരുത്. എല്ലാം കൾച്ചറില്ലാത്ത ആൾക്കാരാ. അവിടുന്ന് ഒരു വൃത്തികെട്ട സ്വഭാവം പഠിച്ചിങ്ങി വന്നാൽ മനസ്സിലായ കുട്ടിക്ക്? നിങ്ങളെന്താ ബിസിലടിച്ച് ആളെ കളിയൊക്കെ? ഞാനല്ല അടിച്ചത്. പിന്നെ ഒന്നടിച്ച് രണ്ടടിച്ച് ബിസിലടിച്ച് പഠിക്കുക. താനെന്തോടെ എന്റെ മെക്കിട്ടായിരുന്നത്? മനസ്സിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ. ഞാൻ എന്നോട് മരക്കോന്താ തള്ളേ. പിന്നെ ദേ, അവനാ. ആഹാ, നിങ്ങളൊന്ന് ഞാൻ ശരിയാക്കി തരണം. ഇത് മോള് വാ. ഇനി എത്ര ദിവസാ ബ്രാഞ്ച് ഓഫീസില്? ഈ രീതിയിലാണോ കുട്ടികളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിങ്ങൾ കുട്ടികളുടെ മനഃശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെ നിന്നാണ് ട്രെയിനിങ് എടുത്തേ? കുറച്ച് കാലമായി നിങ്ങളെ നോട്ടൗട്ട് വെച്ചിരിക്കുകയാണ് കംപ്ലൈന്റ് ചെയ്യാൻ. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ഈ കുട്ടിയുടെ വല്യച്ഛനാണ്. അല്ലാതെ വിദ്യാഭ്യാസ മന്ത്രി ഒന്നും അല്ലല്ലോ. ഓടാ അപ്പനെ. എന്തൊരു അഹങ്കാരമാണ് ഈ തള്ളക്ക്. Come on, go and study.
എന്റെ കർത്താവേ, ഈ വക മൃഗങ്ങളെ കൂടെ അല്ലേ കുട്ടി ജീവിക്കുന്നത്. ആ വണ്ടി വണ്ടി വണ്ടി. ആ എന്നെ എന്താ കൊണ്ടുപോവാത്ത ഡാഡി? അയ്യോ, കോൺഫറൻസിന് പോകുമ്പോ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല മോളെ. അപ്പൊ ഗീത മോള് ഒറ്റയ്ക്കാവില്ലേ? വല്യച്ഛനും അപ്പച്ചൊക്കെ ഇല്ലേ മോളെ നോക്കാൻ? വേണ്ട, ഡാഡി ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ. ഡാഡി നാളെ ഇങ്ങ് വരില്ലേ മോളെ? വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരണ്ടേ? ടെഡി ബെയർ, മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ലിറ്റിൽ പോണി, പ്ലൂട്ടോ, പപ്പി, പിന്നെ കിസ് മീ. പോലീസേ, എന്താ മോളെ? ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരൂ. എന്തിനാ തുറക്കുന്നേ? തുറക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ഗീതു, പ്ലീസ്. നല്ല പോലീസ് അല്ലേ? ആ ആരാ മോളെ ഗീതു? ഞാൻ തന്നെയാ. എങ്ങോട്ടാ നീ ഓടുന്ന? ഇത്ര ചെറുപ്പത്തിലെ PT ഉഷ ആവാനാണോ ഭാവം? കമോൺ ഗോ. അനുസരണ അച്ചടക്കോ ഇല്ലാതെ നടക്കാൻ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിലല്ല, മനസ്സിലായോ? കുറച്ചു നേരം അവിടെ പോയി കളിച്ചോട്ടെ. പുറത്തു പോയുള്ള കളി തൽക്കാലം വേണ്ട. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ പുറത്തു പോയി കളിച്ചിട്ടില്ല. അതിന്റെ ഗുണമായി എനിക്ക് ഡിസിപ്ലിൻ. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. Understand? Good. ഈ പട്ടി എന്താ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നേ? പറ്റിയാല് പിന്നെ പാടുവോ? എന്താ എന്താ കാണിച്ചോണ്ടിരിക്കാ നീ? മുഴുവൻ കഴിക്കേ. എനിക്ക് മതി. എന്താ ഇത്ര മതിയാക്ക? കുറച്ചുകൂടെ കഴിച്ചേ. എന്താ പറ്റുന്നതെന്ന് അറിയാവല്ലോ. എനിക്ക് ഇഷ്ടല്ല. ദേ, എനിക്കിതൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. നിന്റെ അമ്മൂമ്മയുടെ അവിടുത്തെ പോലെ ഇംഗ്ലീഷ് മോഡലുള്ള ഷാപ്പാടൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. വേണമെങ്കിൽ കഴിക്കേ. എന്താ ഇവിടുത്തെ ഭക്ഷണമൊന്നും കഴിക്കരുത് നിന്റെ ജസ്റ്റിസ് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടോ? ആരോടും കൂട്ടുകൂടണ്ടെന്നാ പറഞ്ഞത്. അതെന്താ? ഇവിടെ ആർക്കും കൾച്ചറില്ലാന്ന്. അങ്ങനെ പറഞ്ഞോ ആ തള്ള? ചെറുകുന്നം വീട്ടുകാർക്ക് സംസ്കാരമില്ല എന്ന് പറയാൻ മാത്രം ആ സ്ത്രീ വളർന്നോ? പല്ലീച്ചി കേട്ടില്ലേ? ആ മൂദേവി ഇതും പറയുന്നതിന് അപ്പുറം പറയടാ ബാസി. എല്ലാത്തിനും അവനെ ഒരുത്തനെ പറഞ്ഞാ മതിയല്ലോ. അവനെ എന്തിനു പറയണം? ചെറുകുന്നം തറവാട്ടിലെ ആകെക്കൂടുള്ളൊരു തരിയ. അവളെ പഠിപ്പിച്ചു വിട്ടിരുന്ന കണ്ടില്ലേ? നിയമം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആയില്ല. നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ വലിയേച്ചി. എവിടെയൊക്കെ കുടുംബത്തിൽ നായി നക്കിയേ കുടിക്കത്തുള്ളൂ. എടീ, നീയൊക്കെ കാരണമാ ഞങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കെട്ടാമുല്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അറിയാവോ? എങ്ങോട്ടാടി നിന്റെ പോക്ക്? എന്താണ് നിന്റെ ഉദ്ദേശം? നീ ഒരു പെൺകുട്ടിയല്ലേ? ഞങ്ങൾക്ക് കൾച്ചറില്ലാത്ത കൊല്ലം പട്ടാളത്തിൽ ട്രക്ക് ഓടിച്ചതാ. പിന്നെ 10-15 കൊല്ലം അവിടെ ഇവിടെ ആയിട്ട് വേറെയും. ഇപ്പോഴും ദൈവം സഹായിച്ച് അധ്വാനിക്കാനുള്ള ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. പക്ഷെ മക്കളിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ചെയ്യുക. ദുബായിൽ നിന്ന് രണ്ടാമത്തവൻ വന്നിട്ടുണ്ട്. അവനാണ് കൂടുതൽ നിർബന്ധം. എവിടെയും പോവാതെ വീട്ടിലിരുന്നാൽ മതി എന്നാ പറയണേ. സംഗതി എനിക്ക് മനസ്സിലായി. പക്ഷെ പെട്ടെന്ന് വേറൊരാളെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരുള്ളൂ? 84-87 ലേലനിലെ ഔസേപ്പിനെ മഠത്തിൽ 74-71 മെറ്റഡോറിലേക്ക് മാറ്റി അവിടെ നിന്ന് റപ്പായി ഇങ്ങോട്ട് മാറ്റിയാൽ അത് ശരിയാവില്ല. അവൻ വണ്ടി കയറിയാൽ എന്നും പിള്ളേരായിട്ട് വഴക്കാം. നോക്കട്ടെ, വേറൊരാളെ കിട്ടുന്നവരെ താൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാം. ശരി അച്ഛൻ. അഡ്മിനിസ്ട്രേഷനെ കണ്ടോ? കണ്ടു. അച്ഛനെ കണ്ട് തീരുമാനിക്കാൻ പറഞ്ഞു. തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുക. വയസ്സായില്ലേ, ഇനി മക്കൾ പറയുന്നതനുസരിച്ച് ജീവിക്കുക.
ഫാദർ കൊട്ടാരമായിട്ട് തനിക്ക് എങ്ങനെ പരിചയം എന്നാ പറഞ്ഞേ? നാട്ടില് കോളേജിൽ വെച്ച് കൊട്ടാരത്തിൽ വെച്ച് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓഹോ, അപ്പൊ താൻ കോളേജ് പഠിച്ചിട്ടുണ്ടല്ലേ? പ്രീ ഡിഗ്രി തോറ്റപ്പ് നിർത്തി. വെരി ഗുഡ്. അതേതായാലും നന്നായി. ഒരാളെ തപ്പി ഞാൻ ഈ നടക്കാൻ സ്ഥലം ബാക്കിയില്ല. ഡ്രൈവിംഗ് അറിയാവുന്ന പലരും ഈ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷെ ഭൂരിഭാഗം എണ്ണത്തിൻ്റെയും ആ ഒരു മുഖഭാവം അത്ര ശരിയല്ല. മാത്രമല്ല, ഈ വളയം പിടിക്കാൻ അറിയാവുന്നല്ലാതെ ഒരു സ്റ്റെപ്പിന് മാറ്റിയിടാൻ പോലും ഒരെണ്ണത്തിനും അറിഞ്ഞോളൂ. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ കൊട്ടാരത്തിനോട് കാര്യം പറയുന്നത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? ഉള്ളത് തന്നെ കൂടുതലാ. ആ, നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുറച്ച് ബിരുദന്മാരാണ്. നല്ല കുട്ടികളാ, പിന്നെ കുറച്ച് കുസൃതിയൊക്കെയുള്ളത്. അതൊരു രസമല്ല അച്ചോ. ആ, ഈ ഒരു മനോഭാവമുള്ളവരാണ് ഇവിടെ ജോലിക്ക് ആവശ്യം. നാളെ മുതൽ തൻ്റെ ആഹാര കാര്യങ്ങളെല്ലാം കുസിനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്ത് പള്ളിയും മഠമൊക്കെ ഉള്ളതാ. അതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവണം, നല്ലതാ. നീ ചെറുപ്പമാ, അതുകൊണ്ടാ പറഞ്ഞത്. കിടന്നുറങ്ങി. എന്താ ഇത് ബാഗിൽ വെച്ചത്? ലഞ്ച് ബോക്സാ. അതല്ല, ഇപ്പൊ വെച്ച എന്താ? ലഞ്ച് ബോക്സാ. കള്ളം പറയുന്ന കുട്ടി, നീ തരൂ ബാഗ്. ഇതെന്താ? പപ്പിയാ, എനിക്ക് ഡാഡി കൊണ്ടു തന്നതാ. കളിക്കുന്ന സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള അല്ല. അതവിടെ വെക്കൂ. ഇന്ന് കൊണ്ടുപോയില്ലാന്ന് ഞാൻ ജിജിയോട് പറഞ്ഞതാ. സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ്. കളിയൊക്കെ വീട്ടിൽ വന്നിട്ട് മതി. വേണ്ട, ഞാൻ കൊണ്ടുപോകും. വാശി പിടിക്കാതെ അതവിടെ വെക്കുക ചെയ്തു. ഇല്ല, എനിക്ക് ഡാഡി വാങ്ങി തന്നതാ, ഞാൻ കൊണ്ടുപോകും. ഓ, ഒരു ഡാഡി. എന്ന് തുടങ്ങി ഡാഡി മോളെ സ്നേഹിക്കാൻ? അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും. നീ തരൂ. ഒരു പാവല്ലേ ആ കുട്ടി കൊണ്ടുപോകണുള്ളൂ. ആറ്റം പോകുമ്പോ നല്ലല്ലോ ബാഗിലിരുന്ന് പൊട്ടാൻ. തന്റെ ശുപാർശ ഒന്നും ആവശ്യമില്ല. അല്ല, ചെറിയ കുട്ടിയല്ലേന്ന് വെച്ച്. കുട്ടിയായിരിക്കുമ്പോ ശീലിക്കേണ്ട കാര്യങ്ങൾ കുട്ടിയായിരിക്കുമ്പോ തന്നെ ശീലിക്കണം, അല്ലാതെ മുതിർന്നിട്ടല്ല. ഇവളുടെ മമ്മിയെ ഞാൻ അങ്ങനെ തന്നെ വളർത്തിയത്. അതിന്റെ ഗുണം ഇവിടെ കാണുന്നുണ്ട്. തന്നോട് ചോദിച്ചില്ല. മോളെ ബസ് വന്നു. താൻ കുട്ടിയെ ബസ്സിൽ കൊണ്ടുവന്നാക്കൂ. ഗീതു, എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും. നീ മര്യാദക്ക് സ്കൂളിൽ പോയിക്കോ. ഗീതു, എന്റെ യശോദരമ്മേ, ആ പാവ ആ കുട്ടിക്ക് കൊടുക്കൂ. നിങ്ങൾ ഈ വയസ്സുകാലത്ത് ഈ പാവയായിട്ട് എന്ത് കളി കളിക്കാനാ? താൻ പോടും. കുട്ടി അവിടെ മോളെ അവിടെ നിക്കാൻ. അവിടെ നിക്കുന്നേ. പറയണ കേക്ക്. എന്താ ചെയ്യ? മോളൊന്നും വരില്ലേട്ടാ. എന്തേ? വിശേഷമൊക്കെ കേറിട്ട് പറയാം. മാറി മാറി മാറി. താനെങ്ങടെ പോണ വഴിക്ക് ആ മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടാ. അയ്യോ, മാർക്കറ്റിൽ പോവാത് ഗവൺമെന്റ് ബസ്സല്ല. തമാശ നിന്റെ ഒരു തമാശ. പോടാ അവിടുന്ന്. തനിക്ക് യൂണിഫോം ഉണ്ടാ? ഇല്ല. ടൈ ഉണ്ടാ? ഇല്ല. ആ, യൂണിഫോം ഇട്ട് ടൈയും കെട്ടി ഒന്ന് വാടന്റെ കൊച്ചന്. തള്ളേ, മേലോട്ട് കളിക്കരുത്. എന്താണ് ശബരി നിന്റെ തൊട്ടാല്? ആ, പിന്നെ കളിക്കാണ്ട് പോടാ അവിടുന്ന്. ഇറങ്ങ. ഇത് വരാൻ വരാനാ പറഞ്ഞത്. എന്തു പറ്റി നോക്കുന്നു? എന്താടോ പറയാ, കുട്ടികളാവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലൊക്കെ കാണില്ലേ? അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ളാൻ നിന്നാലോ? ഇതിനെ ചൊല്ലിയ ഈ കണ്ട പൂക്കാറൊക്കെ ഉണ്ടായത്. താനിത് ആരും കാണാതെ ആ കൊച്ചിനൊന്ന് കൊടുത്തോളൂ കേട്ടോ. അയ്യോ മോളെ, ഭക്ഷണങ്ങളല്ലേ? അപ്പൊ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കുക? കഴിക്കാതെ പിന്നെ? ഏയ് നിക്ക്, അങ്ങനെ ഇങ്ങ് പിണങ്ങാതെ. ദാ നോക്കിക്കേ, എന്താ വാ വാ വാ, വരാം വാ. തരാം വാ. മോളിരിക്കെ. പപ്പിയെ തരാം, പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം. അത് സാരമില്ല, അതിന്റെ സൂത്രമുണ്ട്. തരാം മോളെ.
തൽക്കാലം അത് വിട്ടിരിക്കട്ടെ. ഏയ് തുടരുത്. ടാങ് ടടാങ്. ഇതെന്തത്? ചോറ്. ആ ഇത് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ട. അയ്യോ വേണ്ട, കഴിക്കണ്ട. പക്ഷെ നമുക്കിത് വെച്ചൊരു കളി കളിക്കാം. ആ. ഇതെന്തിനാ ബോളാക്കിയത്? അയ്യോ ഇത് ബോളല്ല, ഇത് ഉണ്ണിയപ്പം. കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ? ഞാനാണ് വയസ്സം പൂച്ച. മടിയം പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും. അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിന് ഉണ്ണിയപ്പം കക്കാൻ. ഗീതുമോളാണ് ചുണ്ടലിക്കുഞ്ഞ്. നമുക്ക് കളി തുടങ്ങാം. ആ. ആ. വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു. തുടങ്ങാം. ആ. എണ്ണം കുറഞ്ഞു എന്നൊരു സംശയം. കുറയാൻ വഴിയില്ല. പൂച്ച വീണ്ടും ഉറക്കമായി. വീണ്ടും എണ്ണം കുറഞ്ഞു. കുറയാൻ വഴിയില്ലല്ലോ. പൂച്ച വീണ്ടും ഉറക്കമായി. കുറയുന്നെങ്കിൽ കുറയട്ടെ. പൂച്ച വീണ്ടും ഉറക്കമായി. മതി മതി. മോളുടെ വയറ് അറിഞ്ഞോ? ആ കണ്ടോ കണ്ടോ, ഗീതുമോള് ചോറുണ്ടത് കണ്ടോ? ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യ. കൈ എഴുതാം. ആ ഇനിതാ മോളുടെ പപ്പി. താങ്ക് യു ഡ്രൈവർ. ഡ്രൈവർ അങ്കിൾ. മണിക്കുട്ടി വാ കഴിയിട്ട് പോ. മണിക്കുട്ടിയോ? ഞാൻ മണിക്കുട്ടിയല്ല, ഗീതുവാ. ഞാൻ എന്താ മോളെ പറയാ, ഒരുപാട് സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണു കിട്ടി ഏതോ ദൂരത്തേക്ക് ഓടിപ്പോയ ഞങ്ങളുടെ മണിക്കുട്ടിയെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? പൊക്കോ. എന്റെ ഈശ്വര, കന്യാശ്രമത്തിലേക്കാണല്ലോ അച്ഛന്റെ പോക്ക്. കുറെ കാലായി നിന്നെ ഞാൻ നോട്ടം ഇട്ടിരിക്കുകയായിരുന്നു. നിന്നെ എന്റെ കൈ കിട്ടില്ലെന്ന് കരുതിയല്ലേ? എടി മോളെ, ഇതുപോലെ എത്ര എണ്ണത്തിലെ ഈ മഠത്തിലെ അച്ഛൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമോ? നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. കളിക്കാനും കൂടെ വന്ന് ഇങ്ങോട്ട് വാ. പറഞ്ഞ വരി കേട്ടോളണം.
അങ്ങനെ നാണിച്ചോടല്ലേ മോളെ. ആരേത്? ഞാനാ. തനിക്ക് എന്താ ഇവിടെ കാര്യം? വെറുതെ രാത്രി മടത്തിന്റെ വാതൊക്കെ വെറുതെയോ? ഞാൻ മൂത്രമൊഴിക്കാൻ വന്നതാ. മൂത്രം ഒഴിക്കാൻ ഇവിടെയാണോ? അല്ല. പിന്നെ ഒന്നുമില്ല. മുറി പോടോ. ഓ, ഈ ബസ് പറക്കോ? ബസ്സല്ലോ, വിമാനല്ലേ മോളെ പറക്കുക? പറക്കണ ബസ് ഉണ്ടല്ലോ ചിറകെല്ലാം വെച്ച്. ഞാൻ ടിവിയില് കണ്ടതാ. ഓ, അങ്കിളൊന്ന് നോക്കട്ടെ ഈ ബസ് ഒന്ന് പറപ്പിക്കാൻ പറ്റുമെന്ന്. ഇത് മോളുടെ ആഗ്രഹമല്ലേ? അതിന് റിമോട്ട് കൺട്രോൾ ഉണ്ടാ അങ്കളുടെ കയ്യില്? അതൊന്നും വേണ്ട, ഒരു മന്ത്രമുണ്ട്. ഇത് മോളൊന്ന് കണ്ണടച്ചേ. കള്ളനോട്ടം നോക്കരുത്. ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്രം ചൊല്ലിയാലേ ഏത് കാര്യവും നടക്കും. പിന്നെ ബസ്സിന് ചിറക് മുളയ്ക്കും. നമ്മൾ മെല്ലെ മെല്ലെ ആകാശത്തേക്ക് അങ്ങനെ പൊങ്ങി 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 പൊങ്ങി. ആരും മനങ്ങരുത്, എല്ലാരും ഞാൻ പറയുന്നത് അനുസരിക്കണം. എടാ ചക്ക, ഡ്രൈവർ, ബസ് നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വിട്. ഇല്ലെങ്കിൽ ഈ പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ എന്റെ കൈകളിലാണ്. ഞാനൊന്ന് വിരളമർത്തിയാൽ. ഏത് പടത്തിലെ ഡയലോഗാണത്? വണ്ടി നേരെ ചിൽഡ്രൻസ് പാർക്കിലേക്ക് വിടൂ. യെസ് ബോസ്. മതിയായല്ലോ. അവന്റെ ഒരു തോക്കും വണ്ടി റാഞ്ചിൽ. ടെലിവിഷൻ തുറന്ന ഇത് തന്നെയല്ലേ ഉള്ളൂ. അവിടെ വിമാന റാഞ്ചി, ഇവിടെ കപ്പൽ റാഞ്ചി. ആ, എല്ലാരും ഇറങ്ങ, ടയർ വരണം. മാറി 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 മാറി. എന്താ ഇത്? ടയർ മാറ്റുക. ഗീതു, come here. എന്തായിരിക്കും കുട്ടികളെ? സൈലൻസ്. താൻ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണല്ലേ? ഇതിന് കംപ്ലൈന്റ് ചെയ്യാൻ എനിക്കറിയാം. അയ്യോ സാർ, കുട്ടികൾ ഒരു രസത്തിന് ചുമ്മാ ചുറ്റും കൂടിയെന്നുള്ളൂ. ആഹാ, ഇയാൾ അങ്ങനെ രസിപ്പിക്കണ്ട. ഗീതു, കാറി കയറൂ. ഞാൻ ബസ്സിൽ വരാം. പറയുന്ന അനുസരിക്കൂ, കാറി കയറൂ. ഞാൻ ബസ്സിൽ വന്നോളാം. സാർ, ബസ് പോയി, മോളെ ഞങ്ങൾ ഇറക്കിക്കോളാം. അത് താനാണോ തീരുമാനിക്കേണ്ടത്? തൽക്കാലം അതേ നിവൃത്തിയുള്ളൂ. കുട്ടികളെ വഴിയിൽ ഇറക്കരുത് മദർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യമായി ബസ്സിലങ്ങ് എത്തിക്കോണം. അമ്മൂമ്മയുടെ അവിടെ ഇറങ്ങരുത്. ഇല്ല. ആ, ആരാ ഇത് മോളത്? ഇതാ എന്റെ എനിമി നമ്പർ 2. ഗ്രീൻ സിഗ്നൽ, സ്റ്റാർട്ട്, ഗോ. കം ഓൺ, ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ടേൺ ലെഫ്റ്റ്, ഡേഞ്ചർ ജംഗ്ഷൻ. സ്റ്റോപ്പ്, ടേൺ ലെഫ്റ്റ്, ഡോണ്ട് ഗോ ഫാസ്റ്റ്. ടേൺ ലെഫ്റ്റ്, സിഗ്നൽ. Don't go fast. Don't go fast. Stop it. Turn left. Oh, traffic jam. Oh, San Francisco പോലും ഇത്ര ട്രാഫിക് ഇല്ലല്ലോ. എവിടെ പോയി കിടക്കുന്ന ഈ കുട്ടി? ഇനിയും കുട്ടികളി മാറിയിട്ടില്ല. ആക്സിഡന്റ്. ഹലോ ഗീതുമോളെ, ഹായ് മമ്മി. പാർക്കിൽ വെച്ച് എന്താ മോളെ പറ്റിയത്? സുമാൻറ്റി പറഞ്ഞു. വീണു കാർ ഇടിച്ചു. എന്റെ നെറ്റി പൊട്ടി ചോര വന്നു. എന്നിട്ട് ഡാഡി മരുന്ന് വെച്ചു. ആരാ മോളെ? മമ്മി, ഞാൻ ഡാഡിയുടെ അടുത്ത് കൊടുക്കാം. പേടിക്കാനൊന്നുമില്ല, മോള് കളിച്ചപ്പം വീണതാ. ആരാ കുഞ്ഞെ? ഇങ്ങ് തരൂ. ഹലോ, ചെറുകുന്നം ഭാസ്കർ പിള്ള ഹിയർ. താൻ എന്താടോ പാക്കരപ്പിള്ളേ ഫോണിന്റെ അടുത്ത് പെറ്റി കിടക്കുക? അതെ,
സയാമീസ് ഇരട്ടകളാ. പോടോ പൊതുവാളെ. അതെ, പൊതുവാള് തന്നെയാ. തന്നെക്കാളും മുന്തിയ ജാതി തന്നെയാടോ പേട്ടക നായേരെ. കുട്ടിക്ക് എന്താ വിശേഷം അത് പറയടോ. കുട്ടിക്ക് നിക്കാരഗ്വ എന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇനി എന്തുവാ തനിക്ക് അറിയേണ്ടത് പേട്ട പൊതുവാളെ? ഇനി എനിക്ക് അറിയേണ്ടതേ തന്റെ 16 അടിയന്തരം ഉണ്ണണമെന്ന് എനിക്ക് ചെറിയൊരു മോഹമുണ്ട്. അതെന്നാണെന്ന് പറഞ്ഞാ കൊള്ളാം. തന്റെ അമ്മയുടെ നായരുടെ 16 അടിയന്തരം നടത്താൻ പോകുന്ന ചൂലേ ആരാ? അതിന്റെ ഇതില് താൻ ഫോണിങ്ങിതാ. താൻ ആരോടാ സംസാരിക്കുന്നറിയോ? എടോ കളിച്ച് കളിച്ച് ആശാന്റെ കളിക്കുന്നോ? മിസ്റ്റർ ഭാസ്കർ പിള്ളേ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണിൽ അനാവശ്യം പറയരുതെന്ന്? യു അൺസിവിലൈസ്ഡ് ഇഡിയറ്റ്. അതൊരു പുതിയ വാക്കാണല്ലോ. ഗീതുവിന് എന്താ പറ്റിയത്? തറ പറ്റി. കളിച്ചുകൊണ്ടിരുന്നപ്പോ പാർക്കി വീണു. എന്താ വീഴാൻ പാടില്ലേ? കുട്ടികളാവുമ്പോ വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും, വീഴും എഴുന്നേൽക്കും. നിങ്ങളോട് ആരാ കുട്ടിയെ പാർക്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ. കുട്ടികളെ പാർക്കിലല്ലാതെ പാർലമെന്റിൽ കൊണ്ടുപോകാൻ പറ്റുമോ? കുട്ടിയെ നിങ്ങൾ കെയർലെസ് ആയിട്ടാ നോക്കുന്നതെന്ന് എനിക്കറിയാം. ഐ വോണ്ട് അലോ സച്ച് ഇറസ്പോൺസിബിലിറ്റീസ്. കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കോർട്ടിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടതായി വരും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. കുറച്ചും കൂടി പറയണമെന്നുണ്ടായിരുന്നു. ഇനിയൊരു അവസരത്തിലാട്ടെ. വേദന ഉണ്ടോ മോളെ? ആ വേദന മാറ്റാൻ അങ്കിളുടെ ഒരു മന്ത്രമുണ്ട്. മോളൊന്ന് കണ്ണടച്ചേ. തള്ളക്കണ്ണി നോക്കാതെ കണ്ണടക്കി. ഓം ക്രീം ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രം ഫലിച്ചില്ലേ? എന്ന വേറൊരു വിദ്യയുണ്ട്. ഇപ്പോഴോ? ഇപ്പോ പോ കുസൃതി. ആ ഇനി ഇത് മാറാൻ ഒറ്റ വഴിയുള്ളൂ. ആരാ മോളുടെ മേത്ത് കാറടിച്ചത്? അവന് ഡ്രൈവർ അങ്ങോട്ട് ശിക്ഷ കൊടുക്കുന്നുണ്ട്. എന്റെ ഗീത് മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല. മോള് പറ, എന്ത് ശിക്ഷ നമ്മൾ കൊടുക്കുക? കൊല്ലേ? കൊല്ലണ്ട, ചെറിയ കുട്ടിയല്ലേ. വഴിയുണ്ട്. എന്താണ് നീ കുട്ടി അടിച്ച മാതിരി ഇരിക്കണേ? എടാ നിന്നോട് പറഞ്ഞാൽ എണീക്കിനോടുന്നു. എടാ എണീക്ക നിന്നോട്. എന്തത്? എടാ പൊണ്ണം തടിയ എണീക്കിനോട് നീ. എന്റെ മാതാവ് എണീക്കനോട്. ആരാണ് ചന്തിക്ക് ബോംബ് വെച്ചത്? പറയുന്ന കേക്ക്. നീ ഇത് കുടിച്ചിട്ട് പോയി കളിക്ക്. നീ ഇത് കുടിച്ചിട്ട് വേണം മമ്മിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ. ഞാൻ കുടിച്ചില്ലെങ്കിൽ മമ്മി പോവില്ലേ? എല്ലാറ്റിനും ഉണ്ടല്ലോ തർക്കുത്തരം. നിന്റെ സ്വഭാവം ഈടെയായിട്ട് വല്ലാണ്ട് മോശമാവുന്നുണ്ട്. മമ്മി പറയുന്ന അനുസരിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട. എന്താ 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 ഇവിടെ അമ്മയും മോളും കൂടി ഒരു കസേര കളി? കണ്ടോ, വന്ന് വന്ന് ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ലേ കുട്ടി. കുഞ്ഞു ഹോസ്പിറ്റലിൽ പോക്കോളൂ, ഞാൻ മോൾക്ക് പാൽ കൊടുത്തോളാം. ബാ. മോൾക്ക് എവിടുന്ന് കിട്ടി ഈ പീപ്പി? ഇത് പീപ്പി അല്ല, മോട്ടോഗനാ. ഡ്രൈവർ അങ്കിൾ തന്നതാ. ഇതുകൊണ്ട് ഡ്രൈവർ അങ്കിൾ പാട്ട് പാടുമല്ലോ. കിങ് കോങ് പാടുവോ? പിന്നെ എന്താ എത്ര സംശയം? കിങ് കോങ് എത്ര പാട്ട് പാടിയിരിക്കുന്നു, എത്ര ഗുസ്തി പിടിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കിങ് കോങ് പാട്ട് പാടണമെങ്കിൽ മോള് പാല് കുടിക്കണം. ഇപ്പൊ ആദ്യം മോള് പാല് കുടിക്ക്, കിങ് കോങ് പാട്ട് പാടാ. കിങ് കോങ് പാട്ട് പാടുമ്പോ മോള് പാല് കുടിക്കുക. ആ ആദ്യം മോള് പാല് കുടിക്ക്, കിങ് കോങ് പാട്ട് പാടാ. ഇനി മോള് പാട്. ഇനി കിങ് കോങ് കിങ് കോങ് കിങ് കോങ്. പൊതുവാളെ, എന്താണോ ഇത്? ഒരബദ്ധം. എന്തബദ്ധം? ഇങ്ങനെയാണോ കുട്ടിക്ക് പാല് കൊടുക്കുന്നത്? പാലല്ലേ, പാലുള്ള പാല് പാല്. തന്റെ വായിലിട്ട് തുപ്പൽ പറ്റിച്ചു. ഇനി തരൂ. ലുക്ക് ഹിയർ ഗിതു, ഡോണ്ട് ഡു ഇറ്റ് അഗൈൻ. ഓക്കേ? കിങ് കോങ്
മൗത്ത് ഓർഗനല്ലേ അമ്മൂമ്മ കളഞ്ഞുള്ളൂ. അങ്ങനെ എത്രായിരം മൗത്ത് ഓർഗൻ ഉണ്ട് ലോകത്ത്. അതിൽ എത്ര എണ്ണം വേണം എന്റെ ഗീതമോക്ക്? ഈ ഡ്രൈവറങ്ങൾ കൊണ്ടുതരാം. ഏയ് പിന്നെ എന്താ മുഖത്തൊരു വിഷമം? ആഹാ, അപ്പൊ ഗീതമോക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലേ? ഇന്നാള് കണ്ടത് നമ്പർ 2 അല്ലേ? ഇനി എത്ര പേരുണ്ട്? നിർത്തരുത്. ഇവരൊക്കെ നമ്മൾ എന്താ ചെയ്യാ? കൊല്ല. ഇതൊക്കെ മോളുടെ ശത്രുക്കള്. മോളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാ? ആരാ? ഗുഡ് മോർണിംഗ്. റിട്ടയർഡ് ജസ്റ്റിസ് മിസ്സസ് യശോധരാമന്റെ വീട് ഇതല്ലേ? അല്ല, അപ്പുറത്താ. ദ ഓപ്പോസിറ്റ് സൈഡ്. താങ്ക് യു ബേബി. ഓക്കേ. The same naughty little pony. ഈ കുട്ടിയാ പറഞ്ഞ അപ്പുറത്താ വീടെന്ന്. എന്തിനാ ഗീതു കള്ളം പറഞ്ഞത്? ഇതാരാണെന്നറിയോ നിനക്ക്? നിന്റെ ട്യൂഷൻ ടീച്ചറാ. സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കള്ളം പറഞ്ഞതിന് ആദ്യം ടീച്ചറോട് സോറി പറ. സോറി. വലിയ ഹെഡേക്ക് ആയിരിക്കും ഇവരുടെ കാര്യം. മാനേഴ്സ് ഇല്ല, വലിയവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയില്ല. എന്തിന് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, ഡ്രസ് ചെയ്യാൻ അറിയില്ല. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം. Within a month, you can see Mrs. Justice. She will become the most obedient girl in the world. Look, this is a timetable. Morning 7 a.m. wake up. 8 a.m. breakfast. Then 9 a.m. school time. 1 p.m. lunch. Then evening 4 p.m. leisure time. 5 to 7 p.m. my class time. 7:30 to 8:30 homework. Then 9 p.m. time for sleep. നാളെ മുതൽ ഈ ടൈം ടേബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം കുട്ടിയുടെ ദിനചര്യകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പാരന്റ്സിനോട് പറയണം. ഡു യു അണ്ടർസ്റ്റാൻഡ്? കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ? Now we will go for the class. My first lesson is, you വന്നേ, come, വരൂ. കള്ളം പറയരുതേ. This is my first lesson. ഞാനിന്ന് ഡ്രൈവർ അങ്കിൾ
നിങ്ങളോട് പറയുമല്ലോ പെഞ്ചുമോളെ ആ പിശാചിനെ പറ്റി. ആരാ അമ്മൂമ്മയെ പറ്റിയോ? ആഹാ, ആ ട്യൂഷൻ ടീച്ചർ ഡ്രൈവർ അങ്കിൾ അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കും. അത് വേണ്ട, ഡ്രൈവറങ്ങളോട് പറ ബസ് കയറ്റി കൊല്ലാൻ. എന്നോട് ആര് കളിച്ചാലും ഞാൻ ഡ്രൈവർ അങ്കിളിനോട് പറയും. മോളെ ഞാൻ എന്താ വരുന്നു. ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ. എന്താ പൊതുവാടെ പോരുന്നില്ലേ? യൂണിഫോം തയ്ച്ചു കിട്ടിയിട്ടില്ല. ആ യൂണിഫോം തയ്ച്ചു കിട്ടി എന്നെ അറിയിച്ചോളൂ ട്ടാ. കഞ്ഞി തള്ള. ഗീതു, നീ എന്താ കഴിക്കാൻ നോക്കിയിരിക്കുന്നത്? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തെ? വിശപ്പില്ല. എന്താ വിശപ്പില്ലാണ്ടേ? എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് കഴിക്കൂ ഗീതു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കഴിക്കാൻ കണ്ടില്ലേ? തെണ്ടിക്കുട്ടങ്ങളുടെ സ്വഭാവമായിരിക്കുന്നു കുട്ടിക്ക്. ഡിസിപ്ലിനും ഇല്ല, മാനേഴ്സും ഇല്ല. ഇനി കാണിക്കോ നീ? ഗീത എഴുന്നേക്ക്, മമ്മിയല്ലേ വിളിക്കുന്നത്? നീ ഇങ്ങനെ ഓരോരോ കുറുമ്പ് കാണിക്കുന്നുണ്ടല്ലേ മമ്മിക്ക് ദേഷ്യം പിടിക്കുന്നത്? വേദനിച്ചോ? മമ്മി സോറി കേട്ടോ. മതി കരഞ്ഞത്, എഴുന്നേക്ക്. എന്നാ അവിടെ ഇരുന്ന് കരഞ്ഞോ? ഇന്നലെയായിരുന്നു ആണ്ട്. അതാ പെട്ടെന്ന് നാട്ടിലേക്ക് പോയത്. മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല. ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ. പാവം, അവരെങ്ങനെ കരയാതിരിക്കും? നോക്കി നിൽക്കെ ഒഴുക്കിപ്പെട്ട് ഒലിച്ചു പോവായിരുന്നു മോള്. ഒരുപാട് തെരഞ്ഞു. ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതി സമാധാനിക്കായിരുന്നു. ഇതിപ്പോ എന്നെങ്കിലും ഒരു ദിവസം മോള് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില്ല ചേച്ചി. വെറുതെ ആണെങ്കിലും ഞങ്ങളും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവാ. ഞങ്ങൾ മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവൻ. മണിക്കുട്ടി അത്രയ്ക്ക് പ്രിയായിരുന്നു അവിടെ ഞങ്ങൾക്കല്ല. കാലം ഉണക്കാത്ത മുറിവുകളിലിടൂ. വേദന കൊടുക്കുന്ന ദൈവം മറക്കാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട് മനുഷ്യന്. ഈ ജോലി വന്നേ പിന്നെ എനിക്കതിന് കഴിയുന്നുണ്ടോ? ഇവിടുത്തെ കുട്ടികളുടെ ചിരിക്കുന്ന മോങ്ങള് കാണുമ്പോ. അതെ, ആ കുഞ്ഞിന് കരുതി വെച്ച സ്നേഹം അവർക്ക് കൊടുക്കുക. അതിന്റെ ഫലം ദൈവം തനിക്ക് തരും. യേശുനാഥൻ പിറന്നു. ലാ 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 ലാ. ഏയ് ഇത് മോളെ പിണക്കോ ഡ്രൈവറങ്ങളോട് ആണോ മോളെ? പിണക്കോ? അതെങ്ങനെ ശരിയാവുക? മോളുടെ ആകുള്ളൊരു ഫ്രണ്ട് അല്ലേ അങ്കിള്? പിന്നെ ഇന്നലെ എന്താ വരാഞ്ഞ? അത് അങ്കിളിന് അത്യാവശ്യമായിട്ട് വീട് വരെ പോകേണ്ടി വന്നുണ്ടല്ലേ മോളെ? വേണ്ട, എന്നോട് മിണ്ടണ്ട. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ എന്താ? കൂട്ടുകാര് തമ്മിലെ മിണ്ടാതിരിക്കുക. അയ്യേ, മോളുടെ പിണക്കം മാറ്റാൻ അങ്കിളുടെ മന്ത്രമുണ്ട്. മോളൊന്ന് കണ്ണടച്ചേ. കണ്ണടോട്ട് നോക്കാതെ കണ്ണടയ്ക്ക്. ആ നോക്കിക്കോ. പിണക്കം പോയി ഇണക്കം വാ, ഓം ക്രീം വാ. പിണക്കം പോയി. ഇപ്പൊ എനിക്കൊരു പുതിയ എനിമി വന്നിട്ടുണ്ട്. എന്നിത് ഇവിടെ പിച്ചി. എന്റെ മോളെ പിച്ചി? ആ കൈ ഞാൻ ചതച്ചു കളയും. ആരാ മോളേത്? ട്യൂഷൻ ടീച്ചർ അമ്മമ്മ കൊണ്ടുവന്നതാ. വെക്കേഷനും ട്യൂഷൻ ഉണ്ട്. അത് വെക്കേഷൻ അല്ലേ? അപ്പൊ മോള് വീട്ടിലുണ്ടെങ്കിലല്ലേ? ഞാൻ എവിടെയാ പോവാ? എവിടെയും പോവില്ലെന്നാ മമ്മി പറഞ്ഞത്. എന്താ ചെയ്യാ? മമ്മി കൊണ്ടുപോണ്ട, അങ്കിള് കൊണ്ടുപോവാ മോളെ. എവിടെയാ? അങ്കിളുടെ നാട്ടിലേക്ക്. അതെവിടെയാ? ദൂരെ 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 ദൂരത്തിന്റെയും അപ്പുറത്ത് 7 മലയും 7 പുഴയും കിടന്ന് പിന്നെ ഒരു കൊച്ചു പുഴയുടെ തീരത്ത് കുറിഞ്ഞുമല എന്നൊരു കൊച്ചു നാട്.
നമ്മൾ തോണി കയറി ഈ പുഴ കടന്നാലാണ് അങ്കിളുടെ നാട്ടിലെത്തുക. എന്ത് ചന്തക്കാരി പുഴയാണെന്നറിയോ? പുഴ കടന്ന് അക്കരെ എത്തിയ പുഴക്കരയിൽ മേയുന്ന ഒരുപാട് തുള്ളിച്ചി പശുക്കളുണ്ടാവും, ഗീതുമുളയും കാത്ത്. പച്ചപ്പുല്ലും പുഴയിലെ നല്ല മധുരമുള്ള വെള്ളവും കുടിച്ച് അങ്ങനെ മതിച്ച് നടക്കാവും തുള്ളിച്ചുകള്. പുഴയിലെ വെള്ളത്തിന് എങ്ങനെയാ മധുരം ഉണ്ടാവുക? ആ, കുറിഞ്ഞുമലയിൽ അങ്ങനെയാ, എല്ലാത്തിനും മധുരമുണ്ട്. ഇതാണ് കുറിഞ്ഞുമല. മല നിറയെ കുറിഞ്ഞിപ്പൂക്കളാ. പൂ പറിക്കാൻ കൊച്ചു കൊച്ചു കൂടകളുമായിട്ട് ആകാശത്തുനിന്ന് മേഘങ്ങൾ ഇറങ്ങി വരും. ഇവിടെ നിന്ന് നോക്കിയ ഇരുട്ടുകുത്തിമല കാണാം. അവിടെ എന്താ ഉള്ളത്? ഇവിടെയോ? ഇവിടെ എത്രയാന്നറിയോ വികൃതി കുരങ്ങന്മാര്. കബീഷുണ്ടോ അവിടെ? കബീഷ് മുമ്പ് വരാറുണ്ടായിരുന്നു ഫ്രണ്ട്സിനെ കാണാൻ. ഇപ്പൊ മൂപ്പർ അല്പം ബിസിയാ. ഇതാണ് ഡ്രൈവർ അങ്കിളുടെ വീട്. ഇവിടെ ഗീതമോളെ കാണാൻ ആരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നറിയോ? ഇത് ഡ്രൈവർ അങ്കിളുടെ മുത്തച്ഛൻ. എത്ര ആയിരം കഥയും പാട്ടും ഒക്കെ അറിയാമെന്നറിയോ മുത്തച്ഛന്? ഇത് ഡ്രൈവർ അങ്കിളുടെ അമ്മ. അമ്മയ്ക്കും അറിയാം ഒരുപാട് കഥകളൊക്കെ. ഇത് അങ്കിളുടെ ചേച്ചി, മണിക്കുട്ടിയുടെ അമ്മ. ഇതാണ് കറവക്കാരൻ മാരിയപ്പൻ. ഈ പഴഞ്ച സൈക്കിളിലാ മൂപ്പരുടെ സഞ്ചാരം. അവിടുത്തെ തുള്ളിച്ച പശുക്കൾക്കാർക്കും കണ്ടുകൂടാ മാരിയപ്പന്. അതെന്താ? മാരിയപ്പനല്ലേ അവരുടെ പാലെല്ലാം കറന്നുകൊണ്ട് പോകുന്നത്. ഇതാരാണെന്നറിയോ? രാഗിണി അമ്മമ്മ. അല്ല, ഇതാണ് വെള്ളാടിമുത്തി, മന്ത്രവാദിനിയാ. കണ്ടില്ലേ, നീളം പല്ലും കഴുത്തിൽ തലയോട്ടി മാലയും. ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടൂത്തിമല ഇറങ്ങി വരും. അപ്പൊ നമ്മളെ കൊല്ലോ? ഹേയ്, അങ്കിളൊരു മന്ത്രം ചൊല്ലി നിർത്തിരിക്കല്ലേ, എന്നോട് കളിക്കില്ല. കളിച്ച വെള്ളാടിമുത്തിയെ ഞാൻ ഈ ഹെലിക്കുട്ടിയാക്കി കളയും. ഇപ്പൊ എല്ലാരും ഉണ്ട് അവിടെ? എല്ലാവരും ഉണ്ട്, മണിക്കുട്ടി ഒഴികെ. മണിക്കുട്ടി എവിടെ പോയി? മണിക്കുട്ടി പോയി. എവിടെ? കണ്ണെത്താത്തൊരിടത്ത്, കയ്യെത്താത്തൊരിടത്ത്. അതെവിടെയാ? ദൈവത്തിന്റെ നാട്ടില്. എന്തിനാ പോയേ? അത് കുറിഞ്ഞിമലയിൽ എല്ലാവർക്കും മണിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കണ്ട് ദൈവത്തിന് അസൂയ തോന്നിക്കണം. ഒരു ദിവസം ആരും അറിയാതെ ദൈവം സ്വർഗവാതിലും തുറന്നു വന്ന് മണിക്കുട്ടിയും വിളിച്ചുകൊണ്ട് പോയി. എല്ലാവരെയും വേദനിപ്പിച്ചപ്പോ ദൈവത്തിന് സന്തോഷമായി കാണും. എനിക്കെന്താ മണിക്കുട്ടിയെ മാത്രം വരച്ചു തരാത്തെ? ഇപ്പൊ നീയല്ലേ എന്റെ മണി. ഫ്രൈഡേ വെക്കേഷൻ തുടങ്ങാ കുട്ടിക്ക്. ഡാഡിയുടെ വീട്ടിൽ നിന്ന് വന്നാൽ ഡെയിലി രാവിലെ വൈകിട്ടും ആക്കിക്കോളൂ ട്യൂഷൻ. കുറുമ്പ് അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. വിത്ത് പ്ലഷർ. വേണമെന്നുണ്ടെങ്കിൽ ഡേ ടൈം മുഴുവൻ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാർ. ഓ യെസ്. സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ് ഐസേ. ടീച്ചർ ഇരുന്നതിന് ശേഷം മാത്രം ഇരിക്കുക. അണ്ടർസ്റ്റാൻഡ്? Sit down. Okay then. We will start with our lessons. 1 plus 1 is equal to, then 2 plus 2 is equal to, 3 plus 2 is equal to, then 4 plus 4 is equal to, then 5 plus 5 is equal to, then 6 plus 6. എവിടാ ശ്രദ്ധിച്ചിരിക്കുന്നേ? എഴുതിയോ? നോക്കട്ടെ. ഷോ മീ. ഷോ. വാ. ഞാൻ എവിടെയെല്ലാം തിരക്കിന്നറിയോ ഡ്രൈവർ അങ്കിളെ? എന്താ മോളെ? ടീച്ചർ ചോദിച്ചു വെക്കേഷൻ എവിടെയാ പോണേന്ന്. എന്നിട്ട് മോളെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അങ്കിളിനോടും പറയില്ല? ഞാൻ അങ്കിളിന്റെ കൂടെയല്ലേ പോന്നത്. എവിടെ? അങ്കിളിന്റെ നാട്ടില്. അങ്കിളല്ലേ പറഞ്ഞത് വെക്കേഷന് കൊണ്ടുപോവാന്ന്. ഓ അതോ, അത് ഈ വെക്കേഷൻ അല്ലോ, വലിയ വെക്കേഷൻ അല്ലേ, സ്കൂൾ അടയ്ക്കുന്ന സമയത്ത്.
കേട്ടോ, ഈ വെക്കേഷനാ കൊണ്ടുപോവാന്ന് പറഞ്ഞത്. ആ ബെല്ലടിച്ചു. മോളിപ്പോ ക്ലാസ്സിൽ പോ. അത് നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. അപ്പൊ കൊണ്ടുപോവല്ലോ? ഇപ്പൊ മോള് ക്ലാസ്സിൽ ചെല്ലും. ഉറപ്പായിട്ട് കൊണ്ടുപോവല്ലോ? പ്രോമിസ്? ഗീതു വരൂ. കാറി കയറൂ. ഞാൻ സ്കൂൾ ബസ്സിൽ വരാം. നിന്നെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. കാറി കയറൂ. വല്യച്ഛാ, എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്തല്ല ഹാപ്പി ക്രിസ്മസ് പറയണോ, അതുകൊണ്ടാ ബസ്സിൽ വരാന്ന് പറഞ്ഞത്. നല്ല വല്യച്ഛനല്ലേ? ആ എന്നാ ബസ്സിൽ അങ്ങോട്ട് തന്നെ വന്നേക്കണം. നിന്റെ അമ്മൂമ്മയുടെ വീട്ടിൽ ഇറങ്ങരുത്, മനസ്സിലായോ? ആ എന്നാ പൊക്കോ. ഡ്രൈവർ വണ്ടി എടുക്ക്. ഗീതു മോളെ കണ്ടില്ലല്ലോ. ആ ഭാസ്കര പിള്ള വരണുണ്ട് കാറില്. അയാൾ കൊണ്ടുപോയി കാണും. യാത്ര പോലും പറയാതെ പോയി മോള്. വെക്കേഷൻ അല്ലേ? ആ താൻ വണ്ടി വിട്. പോയെങ്കിൽ പോട്ടെ, താൻ വണ്ടി വിട്. നീ മോളെ വിളിക്കാൻ പോയില്ലേ? പോയിട്ടാ വരുന്നത്. അവള് സ്കൂൾ ബസ്സിൽ വരാന്ന് പറഞ്ഞു. അതിന് ബസ് ഇപ്പൊ തന്നെ ഇതുവഴി പോയാലോ? നീ വിളിക്കുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ നോക്കിയതുമില്ല. ഓഹോ, അപ്പോ കോന്തം പൊതുവാളോ ജസ്റ്റിസ് തള്ളയോ അവളെ അവിടെ പിടിച്ചിറക്കി കാണും. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലിയച്ചി, ഞാൻ 2 വാക്ക് സംസാരിക്കാൻ പോവാണ്. എവിടെ ഫോൺ? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഫോൺ ചെയ്ത് ആ തള്ളയുടെ വായ കിടക്കുന്ന ഇംഗ്ലീഷിലുള്ള തെറി നീ ഞാനും കേൾക്കാൻ എന്തിനാ എത്ര ദണ്ണപ്പെടുന്നത്? അവൻ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കട്ടെ. നീ എന്റെ ഹെയർ ഡേ വാങ്ങിച്ചോണ്ട് വന്നു. ഹെയർ ഡൈ? ആനക്കാര്യത്തിന്റെ ഇടയ്ക്കാണ് ചേനക്കാര്യം. ഒന്നുട്ടെ. അയ്യോ, അവന്റെ ഒരു ചേനക്കാരി. അയ്യോ തെറി. അപ്പൊ ഇനി അവധി കഴിഞ്ഞിട്ട് കാണാം. ഓ നന്ദ, ഓ കുറച്ച് കൂവപ്പടി കൊണ്ടുവരാന്ന് പറഞ്ഞ് മറക്കില്ലല്ലോ. അക്കാമത്താത്തിയേ, എന്താ ഇത് ഓപ്പടി കഴിച്ച് വയസ്സാകാലത്ത് സൗന്ദര്യം വെപ്പിക്കാൻ പോണേ? ഓ, അല്ലെങ്കിൽ തന്നെ എനിക്ക് സൗന്ദര്യത്തിന് എന്താണ് ചക്ക ഒരു കുറവ്? നീ മറക്കാതെ ആ സാധനം കൊണ്ടുപോയി. മറക്കില്ല പോരെ. ഡ്രൈവർ അങ്കിൾ, ഇത് മോളെ ഞാനിവിടെ ഒളിച്ചിരിക്കായിരുന്നു. മോള് നല്ല പണിയായി കാണിച്ച്. എന്താ വീട്ടിൽ പോയിരുന്നു? ഞാൻ പോയില്ല, അങ്കിളിനോട് വരാൻ പോവാ. അയ്യോ, മോളെ കൊണ്ടുപോയാ മോളുടെ ഡാഡിയും മമ്മി അങ്കിളിനെ വഴക്ക് പറയില്ലേ? ഡാഡിയും മമ്മി അറിയില്ലല്ലോ. അവര് മോളെ അന്വേഷിക്കില്ലേ? എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞതോ? അത് മോളുടെ ഡാഡിയുടെ മമ്മിയുടെ അടുത്ത് ചോദിച്ചിട്ടല്ലേ? അതിന് ഡാഡിയും മമ്മിയും പിണക്കുവാ. വാ, അങ്കിൾ മോളെ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ അങ്കിളിന്റെ കൂടെ നാട്ടിലേക്ക് വരും. ഗീതു മോള് നല്ല കുട്ടിയല്ലേ? അങ്കിളുടെ മോളല്ലേ? അങ്കിൾ പറയുന്നേക്ക്. ഇനി ഒരിക്കൽ മോൾ അങ്കിൾ കൊണ്ടുപോവാ. വേണ്ട, അങ്കിൾ പ്രോമിസ് പറഞ്ഞതല്ലേ. ഇപ്പൊ എന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറഞ്ഞ കണ്ണു പൊട്ടും. ഇത് മോളെ ഇങ്ങനെ വാശി പിടിച്ചാലോ? വേണ്ട, അങ്കിളല്ലേ പറഞ്ഞ എല്ലാരും എന്നെ കാത്തിരിക്കുന്നു. അമ്മയും അപ്പൂപ്പനും മണിക്കുട്ടിയുടെ അമ്മയൊക്കെ. ഇതുപോലെ ചെന്നില്ലെങ്കിൽ അവർക്ക് വിഷമാവില്ലേ? ഇത് മോളെ മോളെ അങ്കിൾ ഒന്ന് പറയട്ടെ. ഡ്രൈവർ അങ്കിൾക്ക് എന്നെ ഇഷ്ടമല്ല, ആർക്കും എന്നെ ഇഷ്ടമല്ല. ഇത് മോളെ എന്നെ കൊണ്ടുപോവോ? എന്നെ കൊണ്ടുപോവോ? പ്രോമിസ്? ഹായ്, എന്ത് ഭംഗിയാ. മോക്ക് ഇഷ്ടമായോ? ഈ പുഴയുടെ അടിയിൽ എന്താ ഉണ്ടാവുക? വെള്ളം. അതിന്റെ അടിയില്
അതിന്റെ അടിയിൽ വെള്ളം, ഏറ്റവും അടിയില് ഏറ്റവും അടിയിലും വെള്ളം, വെള്ളം ഇല്ലാത്ത അടിയില് വെള്ളം ഇല്ലാത്ത അടിയിൽ അയ്യോ മോളെ ബാഗ് പോയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെള്ളം ഇല്ലാത്തതിന്റെ അടിയില് ബാഗ് ഉണ്ടാവല്ലോ. അത് പോത്ത് വയറ് നിറഞ്ഞപ്പോ നീരാട്ടിന് അമേരിക്കെല്ലാം കൂടെ. അത് കുട്ടികൾ. പോത്തിന്റെ മക്കളാ? പോത്തിന്റെ മക്കളല്ല, കരുമാടിക്കുട്ടന്മാർ. അമ്പാടിയിൽ ഉണ്ണിക്കണന്റെ ചങ്ങാതികളാ. ഇനിയിപ്പോ മോളിലെയും ചങ്ങാതികളാവും അവറ്റകള്. മരുത് പാൽക്കാരൻ മാരിയപ്പന്റെ മോനാ. ഇതാണ് എന്റെ വാലാട്ടിക്കളി. പട്ടണത്തിൽ നിന്ന് കിട്ടിയത് എനിക്ക്. ഞങ്ങള് നാട് കാണാൻ ഇറങ്ങിയതാ അല്ലേ മോളെ? ഇത് എന്നെ കഴുത്തിലെ വാല്. ഇത് വാലല്ല, എന്റെ തയ്യാ. ചുമ്മാ ഇത്തവണ മഴ നേരത്താണെന്ന് തോന്നുന്നു. കിഴക്ക് കാറ് കാണുന്നുണ്ട്. ശരിയാ. മോളേതാ? ഞാൻ ഗീതുവാ. മോളിങ്ങി വന്നേ, ഇങ്ങി വന്നേ. അനന്തം വന്നുവല്ലോ. ഏതായി കുട്ടി? എന്റെ കൂടെ വന്നതാ. എവിടുത്തെ അനന്ത? ആ അമ്മ മറന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ സ്കൂളില്? ആ മോളാ ഇത്? എന്റെ കൂടെ പോരണമെന്ന് ഒരേ വാശി. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നു അല്ലേ മോളെ? അതെയോ? വികൃതി മോള്. ഇങ്ങോട്ട് വന്നേ. അറിയോ ഞങ്ങളെയൊക്കെ? അവക്ക് എല്ലാരും അറിയാം. ഇതാരാ മോളെ? നല്ല മോള്, നല്ല മോളെ. ചേച്ചി ഇവിടെ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. അവധിയാ 10 ദിവസം. ബാലേട്ടന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്താ ചേച്ചി? കത്ത് വല്ലതും വന്നോ? ഒന്നും എഴുതിയിട്ടില്ല. ആ നമ്മുടെ നാട് വീടൊക്കെ കാണാൻ ഒരാൾ കൂടി വന്നിട്ടുണ്ട് എന്റെ കൂടെ. ഹലോ വാ. സ്കൂളിലെ കുട്ടിയാ ഗീതുമോള്. ഗീതുമോക്ക് ചേച്ചി നന്നായി അറിയാം. ഇതാരാന്ന് പറയാ മോളെ? പണിക്കുട്ടിയുടെ അമ്മ. എന്താ എന്നോടൊന്നും മിണ്ടാത്തെ? അത് മോള് വാ. ഉടുപ്പിൽ അപ്പിടി ചെളിയായിരിക്കല്ലേ. ഇത് മാറ്റിയിട്ട് അമ്മമ്മ വേറെ ഉടുപ്പിട്ട് തരാം. ആ പോത്തിന്റെ കൂടെ കുളിക്കുന്ന കുട്ടികളാ എന്നെ ചളിയാക്കിയത്. ആഹാ, എന്റെ മോടെ ദേഹത്ത് ചെളിവാരിയിടാൻ മാത്രമായോ വിറ്റകള്? ഇതിവിടെ കിടക്കട്ടെ, അമ്മമ്മ കഴുകിയിടാം. ഇപ്പൊ നോക്കിടാൻ. ഇതാരുടെ ഉടുപ്പാ? അതെ. എന്താ അമ്മേ ചേച്ചി ഇങ്ങനെ? ചേച്ചിക്ക് കൂടി സന്തോഷാവട്ടെ എന്ന് കരുതിയില്ലേ ഞാൻ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ടിപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്തെങ്കിലും പറഞ്ഞ ഉടനെ കരച്ചില്ല. ബാലൻ പറഞ്ഞിട്ട് കൂടി അവള് കേൾക്കണില്ല. ഇന്നലെ ഉണ്ടായിരുന്നു ബാലന്റെ കത്ത്.
ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന മറക്കണേന് പകരം മനസ്സ് കൂടുതൽ വിഷമിക്കുകയല്ലേ ചെയ്യാ. എന്തെങ്കിലും അസുഖമാണെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യാമായിരുന്നു. ഇതിപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. മോളെവിടെ? അപ്പൂപ്പിനടുത്തുണ്ട്. ഇതെനിക്ക് തരുവാ? പിന്നെന്താ, മോക്ക് ഇഷ്ടമാണെന്ന് വെച്ചാല് മോൾ എടുത്തോ. ഇന്ന് ആ മുണ്ടുകാരൻ ചെട്ടിയാര് വരികയാണെങ്കിലേ അസലൊരു മുണ്ട് ഈ മുത്തച്ഛൻ വാങ്ങിച്ചു തരാം. ഇങ്ങനെ ആരായി പുതുവാള്? കിങ് കോങ്. ആഹാ, അസലായിട്ടുണ്ടല്ലോ. അതിനെന്താ, പോവാലോ. നീ അവളെ ഊരിലുണ്ടായിരുന്നു കൊണ്ടുപോണ്ട, ശീലം ഉണ്ടാവില്ല കുട്ടിക്ക്. അവക്ക് അതൊക്കെ ഒരു മോഹ. അതിനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അല്ലേ മോളെ? രാജാ കയ്യ വച്ചാ അത് റാങ്ക പോണതില്ലേ, മോളെ, ആ വരുന്നത് ആരാന്ന് മനസ്സിലായോ? സൂക്ഷിച്ചു നോക്ക്. രാജാ കയ്യ വച്ചാ അത് റാങ്ക പോണതില്ലേ, പെരുസ് என்றாலும் திருசு என்றாலும் சொகசு என்னோடதான். இந்த ராஜா கைய മാരിയപ്പ, എന്നെ മനസ്സിലായോ? സൂക്ഷിച്ചു നോക്ക്. ഞാനാണ് മണിക്കുട്ടി. பயந்து போச்சு. யார் சாமி இந்த குழந்தை? ഇതാണ് എന്റെ വാലാട്ടികളി. ഞാൻ പറഞ്ഞിട്ടില്ലേ, പട്ടണത്തിലെ കുട്ടി. இந்த சைக்கிளை கொஞ்சம் பிடிங்க. சின்ன மணிக்குயில், ஏன் ராசாதி கண்ணு, ஊரு பார்க்க வந்துட்டியா? எப்படி இருக்கு நம்ம ஊரு? இத சாப்பிடம்மா, சாப்பிடு, நல்லா அரிசி இருக்கு, சாப்பிடு. சொல்லுங்க சாமி. മേടിച്ചോ മോളെ. என்ன சாப்பிடு. உனக்கு என்ன அறியோ? அப்ப பேரு சொல்லு. சின்ன மணி கோயிலே மெல்ல வரும் மாயிலே எங்கே உஞ்சோடி. அதே அழகு, அதே பார்வை, நம்ம மணிக்குட்டி மாதிரி இருக்கு இல்லையா? മോളെ പോവാം, ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണണ്ടേ. குயிலே, நாளைக்கு பார்க்கலாம். இன்னும் மாமனுக்கு நிறைய வேலை இருக்கு. அப்ப போயிட்டு வரேன் சாமி. ஓகே. കണ്ടാ മോള് പേടിക്കോ? ഉറപ്പാ? എന്നാ കാണിച്ചു തരാം, വാ. മോള് പേടിക്കില്ലോ അല്ലേ? ഓ, വെള്ളാടി മുത്തിയേ വായോ, വെള്ളാടി കുന്നിറങ്ങി വായോ, എന്റെ വാലാട്ടിക്കിളിയെ കാണാൻ വായോ. നോക്ക് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോ വെള്ളാടിമുത്തിക്ക് പല്ലും കൊമ്പും മുളയ്ക്കും. നോക്ക് നോക്ക് നോക്ക്. വന്നു പുഴക്കരെ കണ്ട ചെക്കന്മാര് പറഞ്ഞു. കൊറേ നേരം ഞാനിവിടെ കാത്തു നിൽക്കാം. ഇതാരാണെന്ന് മനസ്സിലായ? ആ, ഗീതു മോളല്ലേ? കൊണ്ടുവരാന്ന് പറഞ്ഞ് ഞാൻ കാര്യാക്കില്ല കേട്ടോ. വാ മോളെ. മോൾ എന്നെ അറിയോ? ഇതോളെ ഇതോളെ നിക്ക്. അയ്യോ, അത് വെള്ളാടിമുത്തിയല്ല, തുളസി ചേച്ചിയല്ലേ? ഇപ്പൊ നോക്ക്, പല്ലും കൊമ്പും ഒന്നുമില്ലല്ലോ. പോവാം പോവാം പോവാം, വാ വാ. മോള് പേടിച്ചെന്ന് തോന്നുന്നു. തുളസി കിടന്നോ, കാവില് കാണാം. വാ. ടോം എന്ന് പറഞ്ഞ പൂച്ച, ജെറി എന്ന് പറഞ്ഞ എലി. ജെറിയുടെ നമ്പർ 1 എനിമിയാ ടോം. അതല്ലോ,
പൂച്ചയല്ലി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയാണല്ലോ. ജെറിയെ ടോം എപ്പോഴും ഉപദ്രവിക്കൂ. അപ്പൊ ജെറി എന്താ ചെയ്യാന്നറിയോ? ഇല്ല, കേക്കട്ടെ. ദാ ഈ ഒരു വാ കൂടെ. ആ, സ്വാദുണ്ടോ അമ്മമ്മയുടെ ചോറിനും കറിക്കും? എന്നിട്ട് പറയട്ടെ, ജെറി അവന്റെ കസിന് ഫോൺ ചെയ്യും. കസിന് ഭയങ്കര ശക്തിയാ. കുട്ടികളെ വാലി പിടിച്ച് കരക്കേറിയും. എന്നിട്ട് കസിൻ ജെറിയുടെ വീട്ടിലേക്ക് വരും. ഈ കുഞ്ഞുരുള കൂടി. ആ, എന്നിട്ട് പൂച്ചയ്ക്ക് കിട്ടിയോ അന്നാളുടെ കയ്യിൽ നിന്ന്? വന്നത് ആളല്ല, ജെറിയുടെ കസിനാ. അതും എലിയ. ടോമിനെ പിടിച്ചിട്ട് കസിൻ കരക്കേറിയും. ടോം പോയിട്ട് അതിന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിച്ചോണ്ട് വരും. അസലായിരിക്കുന്നു കഥ. ദേ, ഈ ഒരുള്ള കൂടി. ആ, ആഹാ, ഡ്രൈവറങ്ങളുടെ കൂട്ടാതെ മാമ ഉണ്ടല്ലോ നീ. ഞങ്ങൾക്ക് വിശന്നപ്പോ ഞങ്ങളുണ്ട് അല്ലേ മോളെ? നീ അവിടെ വായൊന്ന് കഴുകിച്ചു. എന്താ നിർമ്മല ഇത്? ആ കുട്ടിയോട് നീ ഒന്നും മിണ്ടുക പോലും ചെയ്യുന്നില്ലല്ലോ. അതിന്റെ കളിയും ചിരിയും കാണുമ്പോ ഒന്നും അല്ലെങ്കിലും മനസ്സിനൊരാശ്വാസമല്ലേ? നീ എന്താ ഇത്ര വൈകിയത്? മോളുറങ്ങിയോ? അതിന് കുഞ്ഞു ഇവിടെ ഇല്ലല്ലോ. അവൾ ഇന്നിങ്ങോട്ട് വരേണ്ടാണല്ലോ. വരേണ്ടതാണ്, പക്ഷെ വന്നില്ല. സ്കൂളിൽ നിന്ന് അവര് വിളിച്ചോണ്ട് പോയി. നിയമലംഘനം നടത്താൻ അവർക്ക് ആരവകാശം കൊടുത്തു എന്നാണ് എന്റെ ചോദ്യം. ഇതെല്ലാം ആ കിളവിയുടെ തന്ത്രങ്ങളാണ്. അച്ഛനെയും അച്ഛന്റെ വീട്ടുകാരെയും കുട്ടിയിൽ നിന്നും അകറ്റാനുള്ള മനഃപൂർവ്വ ശ്രമങ്ങളാണ്. നീ വന്നിട്ട് തീരുമാനിക്കട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇരുന്നത്. പറ, ഇതിങ്ങനെ വിട്ടാ പറ്റുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? ഈ രാത്രി ഞാൻ അവിടെ ചെന്നിട്ട് വെള്ളം വയ്ക്കണോ? നിക്ക് എന്നല്ല, തോറ്റു കൊടുക്കരുതെന്നാ ഞാൻ പറയുന്നത്. കേസ് നടത്തി പാപ്പരായ ചരിത്രവും ചെറുകുന്നത്ത് കുടുംബക്കാർക്കുണ്ട്. സുപ്രീം കോടതി വരെ പോയാലും ഞാൻ ആ തള്ള ഏട്ടനൊന്നും മിണ്ടാതിരിക്കാമോ? വേറെ എങ്ങോട്ടും അല്ലാതെ പോയത് അതിന്റെ അമ്മയുടെ അടുത്തോട്ടല്ലേ? അതെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കട്ടെ. ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിന്റെ കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ലെന്നാണോ? നീ അത് പറയാനോടാ? നിനക്ക് 5 വയസ്സുള്ളപ്പോഴേ അച്ഛന്റെ മൂക്കിപ്പിടി എടുത്ത് വലിച്ച് തല കറങ്ങി ചേമ്പന്നാള് പോലെ വേണ്ട എന്റെ ഈ കയ്യിലാ കിടന്നത്. എവന് ഞാനും കൂടെ നിന്നെ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയത്. അതും കല്യാണം പോലും കഴിക്കാതെ. നീ അതൊക്കെ അങ്ങ് മറന്നു. കണ്ടോ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് പോലും അവനില്ല. എന്ത് ചെയ്യാ, എല്ലാം സഹിക്കുക തന്നെ, ക്ഷമിക്കുക തന്നെ. ഡ്രൈവർ അങ്കിൾ ആഹാ, എണ്ണീറ്റോ മോള്? എന്താ ചെയ്യുന്നേ? മോക്ക് കുടിക്കാൻ പാല് കറക്കല്ലേ? ഞാൻ കറക്കട്ടെ? മോള് കറന്നാലേ ഈ കള്ളി ചൊരത്തൂല്ല. ചെറുത്താന്ന് പറഞ്ഞ എന്തുവാ? അത് കുട്ടികൾക്ക് കുടിക്കാൻ അമ്മമാര് പാല് ചൊരത്തും. അത് കുടിച്ചാ കുട്ടികൾ വളരുക. പശു അങ്ങനെ തന്നെയാ. ഈ പശുവിന്റെ ഡോക്ടർ അത്? എന്ത്? മോടെ ഇംഗ്ലീഷ് ഒന്നും അമ്മൂമ്മയ്ക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് തൊട്ടോട്ടെ. അയ്യോ, പോയല്ലോ കുട്ടിയെ. സോറി. സാരമില്ല, മോൾ അറിയാണ്ടല്ലേ. ചിന്നമണി കുയിലേ മെല്ലെ വറുമയിലേ എങ്കേ ഉഞ്ചോടി. ചിന്നമണി കുയില് അമ്മമ്മയുടെ കൂടെ എന്ത് ചെയ്യാ? ഞാൻ പശുവിനെ കറക്കാം. அப்படியா? பலே பேஷ். இங்க பாரு என் ராஜாத்தி கண்ணு இங்கே இரு, எங்கேயும் போக வேண்டாம். தினமும் பால் கறந்து இந்த மாரியப்பனை கொடு. ஏன் பிசினஸ் நம்ம 2 பேரும் தான். இந்த அம்மம்மா அவுட்டு. எப்படி? എടാ മാരിയപ്പ, ആവശ്യമില്ലാതെ നിന്റെ പുളിച്ച തമിഴൊന്നും എന്റെ കൊച്ചിനെ പഠിപ്പിക്കണ്ട. നിനക്ക് തരാൻ ഇന്ന് പാലില്ല. എന്നാച്ച്? ഞാനും എന്റെ മോളും കൂടെ കുടിച്ചു. அப்படியா? അല്ലേ മോളെ? നീ ആ കന്നിനെ ഒന്ന് അടിച്ചു കെട്ടിയേ.
ആടിയുങ്ക നിലങ്ക നില്ലേ മാരിയപ്പൻ പശുവിന്റെ ഫാമിലിയാ? ഡ്രൈവർ അങ്കിൾ പറഞ്ഞല്ലോ. ഞങ്ങളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളല്ലേ? ആട്, പശു, എരുമ, പോത്ത്, മാറിയപ്പൻ. അപ്പോ അതിനൊക്കെ വാലുണ്ടല്ലോ, മാരിയപ്പൻ എന്താ ഇല്ലാത്ത? അത് ലോറിക്ക് കുടുങ്ങി പോയി കണ്ണേ. മോള് ഇവിടെ നിൽക്ക പോണ്ടേ നമുക്ക്? മറന്നോ കാര്യം? ഡ്രൈവർ അങ്കിൾ പോക്കോ, ഞാൻ വരുന്നില്ല. നല്ല കഥയായി. குழந்த சொன்னது கரெக்ட் ஐயா. 2 நாள் இங்க இருக்கட்டும். இந்த எருமை, ஆடு, கோழி இவங்கெல்லாம் பார்த்து என் கூட 2 நாள் விளையாடு. മോളെ പിന്നെ മോളെ കൊണ്ട് പറമ്പിലൊന്നും ഒരുപാട് കറങ്ങണ്ട, അപ്പുറത്ത് സർപ്പക്കാവുള്ള. അമ്മേ മോളെ വേഗം കുളിപ്പിക്കാൻ നോക്ക്, പുറപ്പെടാൻ നേരായി. രാവിലെ തന്നെ കൊണ്ടുപോണോ? ഉച്ച തിരിഞ്ഞിട്ട് പോയാ പോയതേ. അത് ശരിയാവില്ല മുത്തച്ഛ, ഇപ്പൊ തന്നെ അവളെ കാണാൻ ഞാൻ അന്വേഷിക്കുന്നുണ്ടാവും അവരൊക്കെ. എന്നാലും ഒരു കൊതി മാറിയില്ല അതിനെ കണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഇണക്കമായി പോയി വല്ലാണ്ട്. നീ മോളെ കണ്ടോ? ഇല്ല. ഈശ്വര, ഇതെവിടെ പോയി? കാണാനില്ലല്ലോ. உலகம் பிறந்ததும் உனக்காக, ஓடும் நதிகளும் உனக்காக, இந்த மலர்கள் மலர்ந்ததும் உனக்காக. ഗീതു മോളെ, മോളെ ഇங்கே ഇരി. മാമനി പാല് കൊടുത്തിട്ട് சீக்கிரம் വരാ. മതി இங்க வாடா. சூடான ஒரு பரிப்படு வாங்கி இந்த குழந்தைக்கு கொடு, அது சாப்பிடு. அதை பார்த்து நீ இங்கே இரு. அப்பா என்னப்பா பரிப்படியா உனக்கா சாப்பிடுறதுக்கா? பாருங்க கலந்த 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 போய. என்ன துளசி கண்ண சகிக்குமா? எப்ப நம்ம கல்யாணம்? മരപ്പട്ടി, നമ്മ കല്യാണമാ? இல்லம்மா, உங்க கல்யாணம். അങ്ങനെ പറ. உனக்கும் அந்த எல்லாருக்கும் தெரியும். பாரையா வெக்கம். ഗീതു മോളെ. അയ്യോ മോളെ പേടിക്കണ്ട, തുളസി ചേച്ചിയല്ലേ? അത് ഡ്രൈവർ അങ്കിൾ ചുമ്മാ തമാശ പറഞ്ഞല്ലേ? ദേ നോക്ക്, എനിക്ക് പല്ലും കൊമ്പുണ്ടോ? ഇല്ലല്ലോ. അയ്യോ കരയില്ല. என்னம்மா என்னம்மா குழந்தைய வைக்கிறேன்? கண்டு கண்டு இங்க பாரு மாமா அடிக்க. அடி அடி அடி. എന്താ അവിടെ? ദേ കണ്ടില്ലേ, കുട്ടിക്ക് എന്നെ കാണുമ്പോ പേടിയാ. വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്റെ വെള്ളാടി മുത്തിയോ? പിന്നെ നീ ആര്? എലിസബത്ത് രാജ്ഞിയാ? ഞാനെന്താ പണിയോട് കാണിച്ചത്? ആരോടും ചോദിക്കാതെ പറയാ കുട്ടിയോട് കൊണ്ടുവരാ. சும்மா பாக்குறதுக்கு சாமி. എന്തിന് പാക്കരത്തിക്ക്? அப்பா என்ன கோப்பா? பரிப்போடங்கடா? பருப்போட இல்ல, பன்னு தான் இருக்கு. பன்னு பன்னு நீ சாப்பிடு. பன்னு 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 போ கைய. ഇതോളെ മോൾ ഇങ്ങനെ തുടങ്ങിയ ഡ്രൈവറുകൾ പിന്നെ എന്താ ചെയ്യാ? ഒറ്റ ദിവസം നിന്നിട്ട് തിരിച്ചു പോവാന്ന് ഗീതുമോള് എന്നല്ലേ അങ്കിളോട് സമ്മതിച്ച്? ശരിയാ, എനിക്ക് പോവാൻ തോന്നില്ല. ദേ അക്കരയിൽ നിന്ന് ഇപ്പൊ ഒരു ബസ്സുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനൊന്നും വേറെ ബസ്സില്ല. അപ്പൊ നാളെ പോവാ. ആ കുന്നിന്റെ അപ്പുറത്തുള്ള അത്തിമരത്തില് എന്തോരം കിളിയല, നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. മുഴുവനും ഞാൻ കണ്ടില്ല. മരിപ്പം പറഞ്ഞല്ലോ മുകളിലത്തെ പൊത്തില് കുഞ്ഞു മൈനുണ്ടെന്ന്. എനിക്കതിനെ പിടിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ നോക്ക്, അതിനെ കൊണ്ടുപോവാ. ആഹാ, അത് അങ്കിൾ ഇപ്പൊ തന്നെ പിടിച്ചേരാലോ പോകുന്ന വഴിക്ക്. വേണ്ട, അപ്പൊ നാഗമലയിലെ സർപ്പത്തെ കാണാൻ പറ്റൂല. മാരിയപ്പേ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇന്നിപ്പോ നമ്മൾ ഒരുമിച്ച് മോളുടെ വീട്ടിൽ പോയിട്ട് മോളുടെ ഡാഡിയും മമ്മിയും കണ്ടിട്ട് നാളെ നമ്മൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നു. എന്നിട്ട് ഞാൻ മോളെ. വേണ്ട, അമ്മൂമ്മ വിടൂല എന്നെ. ഡ്രൈവർ അങ്കിൾ പറഞ്ഞാ വിടും. അമ്മൂമ്മ എനിമിയാ, വിടൂല. എടാ തന്ന അങ്ങനെ ശാഠ്യം പിടിച്ച് കൊണ്ടുപോണ്ട. കളിക്കേണ്ട പ്രായമല്ലേ അതിന്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കൊതി തീരുമ്പോ മോളെ എന്നെ പറയും പോകാമെന്ന്. അപ്പൊ പോയാ മതി അല്ലേ മോളെ? മുത്തച്ഛൻ അങ്ങനെയൊക്കെ പറയാം. നല്ല കഥയായി. അകത്താവുന്ന കേസാ, എന്റെ പണി വരെ തെറിക്കും. ഇവിടെ മനുഷ്യന്മാര് താമസിക്കുന്ന സ്ഥലത്ത് തന്നെയാണല്ലോ കുട്ടി. എന്ന് വെച്ച് ഞാൻ ചെയ്തത് തെറ്റല്ലാണ്ടാവോ? ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ഇപ്പൊ കുട്ടിയെ കാണാതെ വെപ്രാളം പിടിച്ച് കിടക്കാവും വീട്ടുകാര്. വീട്ടുകാരുടെ സ്നേഹവും ശ്രദ്ധ മനസ്സിലാവണുണ്ട്. കുട്ടിയുടെ പോകണ്ടെന്നുള്ള വാശി നിർബന്ധവും കാണുമ്പോ. കുട്ടി പാപ്പ മൈനെ കിട്ടി, ശീഘ്രവാ. അവള് പോട്ടടാ, കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം. ഇന്നൊരു ദിവസം കൂടി അവളിവിടെ നിൽക്കട്ടെ. അമ്മേ ഞാൻ പറയാം. അത് മതിയടാ. 50 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണിത്. ഞാനും മെഡ്മിസ്റ്റേഴ്സും ഇതേ സ്ഥാനത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. ഈ സ്കൂളിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ഇതുപോലൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും കുട്ടിയെ നിങ്ങൾ വന്ന് കൊണ്ടുപോകാറുണ്ട്, ചിലപ്പോൾ ഡാഡിയുടെ വീട്ടുകാർ. സോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനൊന്ന് ചോദിക്കട്ടെ, കുട്ടി മിസ്സായിട്ട് ഇത് 3ാമത്തെ ദിവസമല്ലേ?
ഇതുവരെ നിങ്ങൾ എവിടെ പോയിരുന്നു? കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്താൻ താമസിച്ചാൽ ആദ്യം അന്വേഷിക്കേണ്ടത് സ്കൂളിലല്ലേ? തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. മോൾ അവളുടെ ഡാഡിയുടെ വീട്ടിലുണ്ടായിരിക്കുമെന്ന് കരുതിയാണ് ഇതുവരെ ഞങ്ങൾ അന്വേഷിക്കായിരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ധരിക്കുന്നത് പോലെ ഫാദറിന്റെ വീട്ടുകാർ തന്നെ കുട്ടിയെ മാറ്റിയതാവാം കേസിന്റെ ബലത്തിന് വേണ്ടി. അല്ലെങ്കിൽ റിയൽ മിസ്സിംഗ്. ഫാദർ, ഡോക്ടറുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് വാശിയും പരസ്പര പഴിചാരലും മാറ്റിവെച്ച് കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുക. ഐ മീൻ പോലീസിൽ വിവരം കൊടുക്കുക. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും ഞങ്ങളും നടത്താം. നിങ്ങൾക്കുള്ള അത്ര തന്നെ സീരിയസ്നെസ്സും ഉത്തരവാദിത്വവും ഈ കാര്യത്തിൽ ഞങ്ങൾക്കും ഉണ്ട്. അത്രയ്ക്കെങ്കിലും മിസ്സസ് ജസ്റ്റിസും മനസ്സിലാക്കുക. പേടിത്തൊണ്ടൻ. വീമ്പ് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ധൈര്യം ഉണ്ടെന്ന്. വീമ്പ് പറച്ചിലല്ല, ഇതുപോലത്തെ ഒരു കാട്ടി യക്ഷി ഒന്നുമില്ലെങ്കിൽ തളച്ചോണ്ട് കിടക്കുന്നില്ലേ ഞാൻ. എന്നെ എന്തിനാ കാട്ടി യക്ഷിന്നും വെള്ളാടി മുത്തിന്നൊക്കെ വിളിക്കുന്നേ? അത് പിന്നെ നിനക്ക് അതുമായിട്ട് കുറച്ച് രൂപസാദൃശ്യമുള്ളതുകൊണ്ടല്ലേ. ഇതെന്താ കയ്യിലൊരു പൊതി? കാവിൽ ഉത്സവം കൂടിയിരിക്കല്ലേ, ആ വഴി വന്നപ്പം നിനക്ക് വേണ്ടി കുറച്ച് കരിവളയും പൊട്ടും ചാന്തും വെക്കാണെന്ന് നീ വിചാരിക്കും. പക്ഷെ ഇതല്ല, ഇത് മോക്ക് വേണ്ടി ബാലിലാടുന്ന് ഉടുപ്പ് വെപ്പിച്ചതാ. ഇപ്രാവശ്യം വന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കാൻ കൂടെ നേരമില്ല. ഇപ്പൊ ഗീതമോൾ മതി. അവൾ ഇന്നോ നാളെയോ പോവില്ലേ? നിനക്കെന്താ അസൂയ? അയ്യോ, അവള് നമ്മുടെ മണിക്കുട്ടി മാതിരിയല്ലേ? ഇവിടെ എല്ലാവർക്കും ഉള്ളു മണിക്കുട്ടിയാ. എനിക്കതാ പ്രയാസം. കൊണ്ടുപോകാൻ വിളിച്ചിട്ട് അവളോട്ട് കൂട്ടാക്കൊന്നുമില്ല. എല്ലാവരോടും അവൾക്ക് ഇഷ്ടാ, എന്നെ ഒഴിച്ച്. എങ്ങനെയാ പറഞ്ഞു പേടിപ്പിച്ചിരിക്കല്ലേ വെള്ളാടി മുത്തിയെന്ന്? അവളത് അത്ര കാര്യമാക്കുന്നു ഞാൻ കരുതിയോ? സൂക്ഷിച്ചു നോക്ക്, ഇപ്പൊ പല്ല് മുളയ്ക്കണല്ലോ. ഉണ്ടോ? ആ, അതാ അങ്കിള് പറഞ്ഞ്. കൊമ്പുമില്ല. നോക്കിയേ, കൊമ്പുണ്ടോ? ഇപ്പൊ മുഖം പേടിയുണ്ടോ? എന്നാ തൊട്ട് നോക്കിയേ. തൊട്ട് നോക്കും മോളെ. മോളെ തൊട്ട് നോക്ക്. ഇപ്പൊ മോക്ക് പേടിയുണ്ടോ? ഒട്ടും. ആ, വാ. ദാ, ഇതാണ് വെള്ളാടിമുത്തി. ആ, കല്ലാക്കി മാറ്റിയതാ വെള്ളാടിമുത്തിയെ. അതോ പണ്ട് ഒത്തിരി പണ്ട് ഇരുട്ടുകുത്തി മല ഇറങ്ങി കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി വെള്ളാടിമുത്തി വന്നപ്പോ നാട്ടുകാരെല്ലാം കൂടി പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടു. എന്നിട്ട് തലയിൽ ആണിയടിച്ച് ദേവിയാക്കി ഈ കല്ലി പ്രതിഷ്ഠിച്ചിരിക്കുക. ഇപ്പോ നമ്മളുടെയൊക്കെ ദേവിയാ വെള്ളാടിമുത്തി. മോള് തൊഴുതോ. ആര്? എന്നെ കൊണ്ടുപോകാൻ വരുവാ? കുറച്ചും കൂടി ഇതാണ് കയറാൻ പറ്റുമോ? അതിനത് കാറും ബസ്സും ഒന്നും അല്ല. നിലയുണ്ടാവോ? ഇറങ്ങി നോക്ക്. തിരിച്ചു പോവാൻ തോണി സർവീസ് ഉണ്ടാവോ? ഇരുട്ടായ പിന്നെ ഉണ്ടാവില്ല. ആ, ഇരുട്ടായാലും അങ്ങനെ മുങ്ങി പോവോ? ആ, ചിലപ്പോ മുങ്ങി പോകും. ആ, ഇവിടുത്തുകാരൻ തന്നെ അല്ലേ? എന്തേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ. ഭൂപടത്തിലില്ലാത്തൊരു സ്ഥലം ഇത്. മരുതേ എന്നാക്കാ? പോയി പോയി. ഈ സ്ക്രൂ ഡ്രൈവർ നന്ദന്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? നീങ്ക യാരുങ്ക എങ്കിരുന്ന് വാരുങ്ക? എന്റെ ഈശ്വര, വന്നത് തമിഴ്നാടായ. എന്നാച്ചേ? ഒന്നുമില്ല എന്റെ ചങ്ങാതിയേ, ഒന്നുമില്ല. ഇനിയിപ്പോ ഇതൊന്നും എങ്ങനെ കാരണാവും? കാലന്മാരാ. പൊതുവാനോട് കളിക്കരുത്. ഇത് മോളെ, എന്ത് തോന്നിയാസോടോ താൻ കാണിച്ചത്? ഫലത്തിൽ ഇപ്പൊ കുട്ടീനെ കട്ടുകൊണ്ടോന്ന് പോലെ ആയില്ലേ? ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോ ഒരു ദിവസത്തേക്ക് നമ്മൾ താൻ നിർബന്ധിച്ചപ്പോ ആട്ടേന്ന് ഈ പൊട്ടം പറഞ്ഞു. അത് എന്റെ വലിയ തെറ്റ്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇതിന് ഞാനും കൂടി കൂട്ടുന്നത് പോലെ ആയില്ലേ? ഈ വിവരങ്ങൾ അവിടെ അറിഞ്ഞ സകലത്തിന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അതാ ഞാൻ ഓടി വന്നത്. ചേട്ടാ, ഞാൻ നിർബന്ധിച്ചിട്ട് മോള് വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഞാനിപ്പോ എന്താ വേണ്ടേ? ഇങ്ങനെയാണ് പോണ. ചേട്ടൻ ആദ്യം ഒന്ന് കുളിച്ചു കയറ്. ഞാൻ അവിടെ കുളിച്ച് താമസിക്കാൻ വന്നല്ല പട്ടി. ആ കാലന്മാരെ വെള്ളത്തിൽ തട്ടിട്ട് നീ അറിഞ്ഞ? ചേട്ടൻ ഒന്ന് വീട്ടിലേക്ക് വാ. ചേട്ടൻ നിർബന്ധിച്ച മോള് വരും. പിന്നെ എത്ര ദൂരമുണ്ട്? ഇവിടുന്ന് വളരെ അടുത്താ. ഈ ഹിമാലയത്തിലേക്കാണ് നീ ഈ കുട്ടിനെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പൊന്നെ, ഇതെടുക്കണ്ടേ? എന്താ നിനക്ക് വേണത്? എവിടെ ചെന്നാലും എനിക്ക് ഈ ഗതികേടുള്ളൂ ഈശ്വര.
മോളെ കൊണ്ടുപോവാനല്ലേ പൊതുവാൾ ഇത്രയും ദൂരം വന്നത്. നല്ല കുട്ടിയല്ലേ, മോള് വാ. കിങ്കോങ് പോയിക്കോ, ഞാൻ വെക്കേഷൻ കഴിഞ്ഞിട്ട് വരാം. മമ്മി അവിടെ കിടന്ന് കരയാ മോളെ കാണാണ്ട്. ആരോടും പറയാതെയല്ലേ കുട്ടി പോകുന്നത്. അമ്മയുടെ കാര്യം എന്താന്ന് വരാം. ദേ പൊതുവാളിനെ ധർമ്മസങ്കടത്തിലാക്കരുത് കുട്ടി. 1001 പ്രാവശ്യം എന്നെ കിങ്കോങ് എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ വേണ്ട. ഞാൻ പുതിയൊരു കഥ പറഞ്ഞുതരാം. കള്ളം, കിങ്കോങ്ങിന് കഥയൊന്നും അറിഞ്ഞൂടാ. മുത്തശ്ശനും അമ്മൂമ്മയ്ക്കും നല്ല കഥ അറിയാം. കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടല്ലേ? എന്തിനാ ഇങ്ങനെ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചീത്തയാക്കണേ? മോളെ ഡ്രൈവറുകളല്ലേ പറയുന്നത്, മോളിപ്പോ മാമന്റെ കൂടെ പോ. ഡ്രൈവറുകളും വരാൻ കൂടെ. ഞാൻ പോവില്ല. ഗീതമോള് തമാശ പറയല്ലേ? വേണ്ട, ഞാൻ ഇവിടെ നിൽക്കും. ദേ പൊതുവാളിന് ദേഷ്യം വരുന്നുണ്ട്. കുറുമ്പ് കാട്ടാതെ വന്ന എന്റെ കൂടെ. ഞാൻ വരില്ല. അടി കിട്ടും നിനക്ക്. ദേ തുടങ്ങി കരയാൻ. കരയല്ലേ കരയല്ലേ. കിങ്കോങ് വെറുതെ പറഞ്ഞതല്ലേ. ആര് പറഞ്ഞു മോളെ കൊണ്ടുവന്ന്? താൻ പറഞ്ഞോ? മുത്തച്ഛൻ പറഞ്ഞോ? അമ്മ പറഞ്ഞോ? ഇല്ല, മോളെ എവിടേക്കും പോണില്ല. എന്റെ മോളെ കിങ്കോങ് ഈ നാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വന്നതല്ലേ. നല്ല മലഞ്ചെരിവുകളും പച്ച വയലേലുള്ള മനോഹരമായിട്ടുള്ള നാട്. ആയ് ഞാനിപ്പോ അവിടെ ചെന്നിട്ട് എന്താടോ പറയാ? വല്ലാത്തൊരു കുടുക്കിലാണല്ലോ താൻ എന്നെ കൊണ്ട് ചാടിച്ചിരിക്കുന്നത്. തൽക്കാലം ചേട്ടൻ അവരോട് പറഞ്ഞോളൂ, വിഷമിക്കാനൊന്നുമില്ലെന്ന്. മോളിവിടെ സുഖമായിട്ടിരിക്കല്ലേ? നല്ല ചേലായി. ഈ വിവരം ഞാൻ അവിടെ ചെന്നാണ് പറയാ. എന്നിട്ട് ആ തള്ളയെ എന്ന് കിട്ടുന്നത് വാങ്ങിക്കുക. എടോ ആ സ്കൂളിൽ വേറെ എത്ര കുട്ടികളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് പിടിച്ച് തനിക്കൂടെ കൊണ്ടുവയ്ക്കായിരുന്നില്ലേ? ഇത് തന്നെ വേണമായിരുന്നോ? ഞാൻ പോട്ടെ, ഞാൻ പോട്ടെ. ഇവന്റെ പൊട്ടനാ. ഹേബിയസ് കോർപ്പസ്, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞ് ഈ ചെറുകുന്നം ഭാസ്കർ പിള്ളെ വരട്ടരുത്. ഇത് ആർക്കും എടുത്ത് തട്ടാവുന്ന പന്തല്ല ഈ കോർപ്പസ്. ഈ പ്രശ്നം അങ്ങനെ ഇവിടെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. സുപ്രീം കോടതി അല്ല, അതിനപ്പുറത്തൊരു കോടതി ഉണ്ടെങ്കിൽ അവിടെയും ഞാൻ പോകും. മിസ്റ്റർ പിള്ളേ, ലീഗലി നിങ്ങളുടെ വീട്ടിൽ കുട്ടി ഉണ്ടായിരിക്കേണ്ട സമയത്താണ് അവളെ കാണാതായത്. അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. കുറെ കാലമായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ആരാ? ഹു ആർ യു? മൈൻഡ് യുവർ വേർഡ്സ് പ്ലീസ്. ഇപ്പോഴെങ്കിലും രണ്ടുപേർക്കും വഴക്കിടാതിരുന്നൂടെ? മോളെ കാണാതായതല്ല നിങ്ങൾക്ക് ആർക്കും പ്രശ്നം. എല്ലാവർക്കും കണക്ക് പറഞ്ഞ് തീർക്കാനാ തിരക്ക്. വേണ്ട, ഈ കള്ളക്കരച്ചിലും നാട്യമൊന്നും എന്നോട് വേണ്ട. കുട്ടിയെ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചിട്ട് എന്നെ അനിയനെയും വലിയച്ചയും കുരുക്കിലാക്കാനുള്ള അടവാണിതല്ലേ. കുട്ടി എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും, ഏത് വിധേനയും. താനെന്താ പേടിപ്പിക്കുകയാണോ? ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന തോന്നിയവാസത്തിന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ബട്ട് ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ്. വൈ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്? പോലീസിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ വിളിക്കണം, ഡയൽ 100 വിളിക്കണം. എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. യു മേ ഗോ നൗ. സത്യം പറയാമെന്ന് വിചാരിച്ചതാ. വേണ്ട, ആ കുട്ടിയെ ഈ നരകത്തിലിട്ട് ഞാനായിട്ട് അതിന്റെ മനസമാധാനം എന്തിനാ കളയണേ? ഒരു ജസ്റ്റിസ് ആയിരുന്നു നിങ്ങൾ, ഇൻജസ്റ്റിസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കോടതി വെച്ച് കാണാം. ഗോഡ് ഈസ് വിത്ത് മീ. എന്താ പാക്കരപ്പിള്ള, തലയ്ക്ക് സുഖം തന്നെയല്ലേ? ധർമ്മത്തിന് പൊക്കോട്ടോ. പോടോ, നീ പോടാ. അത് തീർപ്പോടോ. പട്ടി കഴിച്ചിട്ട് ഞാൻ പോയിട്ട് മതി. ഒന്ന് ബിരിയാണി. മോളുടെ ഒരു കാലിലെ കൊലുസന്തിയെ വൈകുന്നേരം അമ്പലത്തിൽ പോയപ്പോ ഉണ്ടായിരുന്നല്ലോ. നീ ഇതൊക്കെ നോക്കണ്ടേ നന്ദ? നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടാണെന്ന് കരുതിയില്ലേ കുട്ടിയുടെ വീട്ടുകാര്? നന്ദ, ഇതിട്ട് കൊടുത്തോളൂ. ഇതാരുടെ കൊലുസാ? മണിക്കുട്ടിയുടെയാ? മണിക്കുട്ടിയുടെ അമ്മ എന്താ എന്നോട് മിണ്ടാത്തേ? അത് പിന്നെ കൊലുസ് തന്നിട്ട് ഗീതമോള് താങ്ക്സ് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. അപ്പൊ ഞാൻ താങ്ക്സ് പറഞ്ഞിട്ട് വരട്ടെ? അമ്മേ താങ്ക്സ്. മോളെന്താ വിളിച്ചേ? അമ്മ. ഒന്നുകൂടി വിളിച്ചേ.
മാറിക്കോടാ. എല്ലാം ശരിയാവുന്നേ. താൻ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? കണ്ടോ, ദേ ഇപ്പൊ തന്നെ BP കൂടുതലാ. മനസ്സ് വിഷമിപ്പിച്ച് വല്ല അസുഖം വരുത്തി വെക്കണ്ട. ആലോചിക്കുമ്പോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ മോള് ഇന്ന് 5ാമത്തെ ദിവസം. എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഗീതമോൾക്ക് ആപത്തൊന്നും വരില്ല. ഞാൻ വൈകിട്ട് വരാം. ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കാതെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങായിരുന്നില്ലേ തനിക്ക്? ഈ മൂഡില് എനിക്ക് വയ്യ ഡേസി. ശരി എന്നാ. കുഞ്ഞ് പൊതുവാളിനോട് ക്ഷമിക്കണം. ഇനിയും കുഞ്ഞിനെ കണ്ണീര് കുടിപ്പിച്ച ദൈവം പോലും എന്നോട് പൊറുക്കില്ല. ഗീതുമോൾ എവിടെയുണ്ടെന്ന് പൊതുവാളിനറിയാം. സ്കൂളിലെ ഡ്രൈവറുടെ വീട്ടിലുണ്ട്. എന്നോട് ചോദിച്ചിട്ടാ കൊണ്ടുപോയത്. പൊതുവാളെ അടിക്കാനുള്ള അധികാരം യശോധരമ്മയ്ക്കുണ്ട്. ഇവിടെ തുപ്പും ചോറുമാണല്ലോ ഈ തടി. പക്ഷെ അടിക്കുന്നതിന് മുമ്പ് പൊതുവാൾ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് യശോധരമ്മയ്ക്കൊന്ന് ആലോചിക്കായിരുന്നു. ഉഷക്കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടപ്പോ പറയാം. ഊയ് ഊയ് ഒന്ന് അക്കരയ്ക്ക് പോകണല്ലോ. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ അക്കരയ്ക്ക് തോണിയില്ല. ഇനി അക്കരയ്ക്ക് തോണിയില്ല അത്രേ. ഇവിടെ അടുത്തൊരു TV ഉണ്ട്, സർക്കാർ വക. ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോയി നോക്കാം. ഞാനാ ഡോക്ടർ അറിയിച്ചത്. അമ്മയ്ക്കുള്ള പോലെ ആദ്യം ഉൾക്കണ്ടയും ആ കുട്ടിയുടെ അച്ഛനും ഉണ്ടാവില്ലേ? ഇത്രയിടം വരെ വരണമെന്നുണ്ടായിരുന്നില്ല. തിരിച്ചെത്തിയാൽ ഞാൻ നേരെ വീട്ടിൽ വന്ന് വിവരം പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. വിവരം അറിയിക്കാൻ താൻ വീട്ടിൽ വന്നിരുന്ന വിവരം അറിഞ്ഞാനേ. ഞാൻ പാക്കരപ്പള്ളിയോടല്ല സംസാരിക്കണേ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാ വീട്ടിലേക്ക്? പുഴ കടന്നാ പിന്നെ അധികമില്ല. രാത്രി തന്നെ അവിടെ എത്താൻ മാർഗം കാണണമല്ലോ ജയരാജ. നീന്താ വശണ്ടെങ്കിൽ നീന്താ. എന്താ പോണെന്നുണ്ടാ? ഞാൻ പൊതുവാളിനോടല്ല സംസാരിച്ചേ. ചേട്ടനൊന്നും മിണ്ടായിരിക്കാം. മുറി എവിടെ? എങ്ങനെ കൊണ്ടെടുക്കും? അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വിവരം അറിയിക്കാലോ എന്ന് കരുതിയാണ് ഞാൻ പുലർച്ചയ്ക്കുള്ള തോണിക്ക് തന്നെ പുറപ്പെട്ടത്. എല്ലാവരും കൂടി ഇപ്പം ഇങ്ങോട്ട് എത്തും. ആ തള്ളയാണെങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുക. തന്നെ കൈ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഗുരുവായൂരപ്പന് മാത്രമേ നിശ്ചയമുള്ളൂ. താ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും തക്കിടതരികൾ പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ആ കാലിൽ വീണ് സാഷ്ടാംഗം പറ. മോളെ കൊണ്ടുവന്ന് തെറ്റിന് ആരോട് മാപ്പ് പറയാനും ഞാൻ ഒരുക്കുക. പക്ഷെ അതല്ല, അവള് ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ടെന്ന് കേൾക്കുമ്പോ കൊച്ചു തുള്ളിച്ചാടി പോരുന്നേ. ഇന്നലെ രാത്രി ഗസ്റ്റ് ഹൗസിൽ 2 പേരെ ഒരുമിച്ച് കണ്ടപ്പോ എല്ലാം കലങ്ങി തെളിയുന്ന എന്റെ മനസ്സിലൊരു തോന്നല്. അങ്ങനെയാവുമ്പോ കുട്ടിയുടെ ഇങ്ങോട്ടുള്ള വരവ് വലിയൊരു സന്തോഷത്തിന് ഇടയാക്കുമെന്ന് ഓർക്കുമ്പോ താനെന്തോടോ ചിന്തിച്ചുകൊണ്ട് നിൽക്കണേ? കുട്ടിയും കൂട്ടി ഉടനെയാണ് വന്നേക്ക്. ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല. ഇതിനിടയിൽ ഞാനൊരു കള്ളക്കളി നടത്തിന ആ തള്ളയെങ്ങാനും അറിഞ്ഞ കോടതി കൊണ്ട് എന്നെ തൂക്കിക്കൊല്ലും. ആ മോളുടെ നക്ഷത്രം എന്താണെന്നറിയോ നന്ദ? എന്തിനാ ചേച്ചി? ഞങ്ങൾ അമ്പലത്തിൽ പോവാ. ഗീതുമോളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം. നക്ഷത്രം അറിയാമോ നിനക്ക്? ഇല്ല. എങ്കിൽ അശ്വതി നക്ഷത്രത്തിൽ കഴിപ്പിക്കട്ടെ. മോള് വന്നേ, അങ്ങളൊരു കാര്യം പറയട്ടെ. എന്താ നന്ദ?
പോണ്ടേ മോളെ? എവിടെ? ഗീതുമോളുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട്. വേണ്ട, ഞാൻ പോവില്ല. ഡ്രൈവർ അങ്കിൾ പറഞ്ഞു മോള് വരുന്നില്ലെന്ന്. അപ്പൊ മോളുടെ ഡാഡി പറയാ ഇപ്പൊ അവരുടെ കൂടെ ചെന്നിട്ട് വലിയ വെക്കേഷന് 2 മാസം ഇവിടെ നിന്നോളാൻ. വേണ്ട. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നറിയോ മോക്ക് ഇവിടെ കാണാൻ? കാവില് പൂരം, കാവടിയാട്ടം, വെടിക്കെട്ട് എല്ലാം. അത് കള്ളവാ. എന്നെ കൊണ്ടുപോകാനുള്ള സൂത്രവാ. ദേ മോളെ കാണാതെ മോളുടെ മമ്മി കിടന്ന് കരയുക. മമ്മിക്ക് വിഷമമല്ലേ മോള് ചെന്നില്ലെങ്കിൽ? ഞാൻ പോയാ മണിക്കുട്ടിയുടെ അമ്മ കരയല്ലോ. എന്നോട് പറഞ്ഞല്ലോ. എന്നാലും ഇത് മോളുടെ വീടല്ലോ. മോക്ക് മോളുടെ വീട്ടിൽ പോണ്ടേ? വേണ്ട, ഇത് എന്റെ വീടാ. ഞാൻ പോവില്ല. വാശി പിടിക്കല്ലേ ഗീതു മോളെ? ഞാൻ പോവില്ല. പറയുന്ന അനുസരിക്കാൻ. അമ്മേ ഇവിടെ ഉടുപ്പെടുത്തേ. ഞാൻ പോവില്ല. മുത്തച്ഛ, ഞാൻ പോവില്ല. മുത്തച്ഛ, എന്നെ കൊണ്ടുപോകണമെന്ന് പറ. മുത്തച്ഛ, 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 ഞാൻ പോവില്ല. ഡ്രൈവറോട് പറയാമേ, എന്നെ കൊണ്ടുപോകണമെന്ന് കാലുമടക്കി ഒരു ചവിട്ട് വന്നാലുണ്ടല്ലോ തന്റെ അന്നനാളോ ആമാശവും മണ്ണ് തിന്നും. ചെറുകുന്നത്ത് ഭാസ്കര പിള്ളയോടാണോ താൻ കളിക്കുന്നത്? സാർ ഞാൻ പറയുന്നു. താൻ ഒന്നും പറയണ്ട. കുട്ടിപിടുത്തക്കാരൻ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ തന്നെ പോലൊരു ചെറുപ്പക്കാരൻ. സാർ ഞാൻ കുട്ടിയെ കട്ടോണ്ട് പോകുന്നൊന്നുമല്ല. അല്ല, കുട്ടി തന്നെ കട്ടോണ്ട് പോയതാ. അഴിയെണ്ണിക്ക് ഞാൻ അഴി, മനസ്സിലായോ? പാക്കരപ്പിള്ള വലിയ വീമ്പ് പറയണ്ട. ഇയാള് പറയണതിലും കാര്യമുണ്ട്. കുട്ടി ഇയാൾ അവിടെ പിടിച്ചു വെച്ചിട്ടില്ല. കുട്ടി വരാൻ കൂട്ടാക്കില്ലെന്ന് വെച്ചാൽ ഞാൻ പൊതുവാളിനോടല്ല സംസാരിച്ചത്. കേട്ടനൂത്തി ആർക്കും പറയണോ? സാർ സാറിന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടല്ലോ. ഞങ്ങളുടെ ആരുടെയും പ്രേരണയും നിർബന്ധമൊന്നുമല്ല. മോള് വാശി പിടിച്ച് കരയുമ്പോ ഞാൻ എന്താ ചെയ്യാ? കൊച്ചുകുട്ടിയല്ലേ. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി കണ്ടാ അവള് കൂടുതൽ വാശി പിടിക്കുള്ളൂ. കുറച്ച് സമയം കൂടി തന്നാ ഞാൻ തന്നെ മോളവിടെ കൊണ്ടാക്കാം. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്ത് ചെയ്യണമെന്ന് കൊച്ചിന്റെ അച്ഛൻ തീരുമാനിക്കും. ഒന്ന് ചെലക്കാതിരിക്കടോ പാക്കര പിള്ള. രാജാ, എന്നെ ഒന്ന് നിയന്ത്രിക്കും. ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. താൻ ചെല്ല്. പുഴയുടെ അക്കരെയാണ് അരിമട. അവിടെ പോയി വിളിച്ച കുട്ടിപ്പാപ്പ ആരും കൊണ്ടുപോയില്ല. എങ്ങനെ പോവാ? പതുക്കെ നടന്നോ. ഭയപ്പെടേണ്ട, ഞങ്ങളില്ലേ. വാ. മോളെ, ഇത് മോളെ, കണ്ണു തുറക്കും മോളെ. മമ്മിയെ വിളിക്കുന്ന. ഞാൻ പോവില്ല, ഞാൻ പോവില്ല. ദൈവമേ, ഞാൻ പോവില്ല, ഞാൻ പോവില്ല. എങ്ങനെയുണ്ട് ഡോക്ടർ? നൗ ഷീസ് ഓൾ റൈറ്റ്. പേടിച്ചു പോയി കുട്ടി, അതിന്റെയാ. കണ്ണു തുറക്ക്. മമ്മിയെ വിളിക്കുന്ന. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് മോളെ, കണ്ണു തുറക്കും മോളെ. ഈ അവസ്ഥയിൽ കൊണ്ടുപോകണോ?
ശരിക്കും ബോധം തെളിയുന്നവരെ ഇവിടെ കിടത്തിയിട്ട് ഉപദേശത്തിന്റെ ആവശ്യമില്ല. കുട്ടിയെ നിങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ജീവനോടെ കിട്ടിയല്ലോ. പൊതുവാളെ സമയം കളയണ്ട, താൻ കുട്ടിയെടുക്ക. അക്കരയ്ക്ക് ഇപ്പൊ തോണി ഉണ്ടാവുക. ഓണി വരും പോവും. കുട്ടിയെ എടുക്കാൻ വരട്ടെ. നിയമപ്രകാരം കുട്ടിയെ അച്ഛന്റെ വീട്ടിലേക്കാ കൊണ്ടുപോകേണ്ടത്. സ്റ്റുപ്പിഡ്. കുട്ടി ഇനി അച്ഛന്റെ വീട്ടിലേക്ക് പോകണമെന്നുള്ള കാര്യം കോർട്ട് തീരുമാനിക്കും. അമ്മേ, നീ മിണ്ടാതിരി. കുട്ടിയെ മാനസികമായി പോലും തകർത്തതിന് എല്ലാരെയും പ്രതി ചേർത്ത് ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവാ. വരട്ടാത്ത തള്ളേ, കുറെ കാലമായി നിങ്ങൾ കോടതി കോടതി എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്നു. ജയരാജ, നിന്റെ നാളെ ഇറങ്ങിപ്പോയോ? കല്ല് വെച്ച 4 വർത്താനം പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോണ്ട് പുറത്തോട്ട് ഇറങ്ങി വാടാ. ആണാണെങ്കിൽ പൊതുവാളെ കുട്ടിയെ എടുക്ക. വരട്ടെ. മോളെ ഇപ്പൊ അങ്ങനെ ആരും ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അത് പറയാൻ താനാരാ? ആരുമല്ല ഞാൻ, ആരുമല്ല. പക്ഷെ മോളെ കൊണ്ടുവരുന്ന പറയാനുള്ള അവകാശം ഇപ്പൊ മറ്റാരേക്കാൾ കൂടുതൽ എനിക്കുണ്ട്. ഏത് ബന്ധത്തിന്റെ പേരിലായാലും അവളുടെ കുഞ്ഞു മനസ്സ് നോവിച്ചുകൊണ്ട് അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, ആരായാലും. താൻ നിന്ന് പ്രസംഗിക്കണ്ട. കുട്ടിക്ക് എന്തോ മരുന്നോ മന്ത്രോ കൊടുത്ത് മയക്കി എടുത്തിട്ട് എന്താണ് എന്റെ ഉദ്ദേശം? പണത്തിനോ മറ്റോ ആയിരുന്നെങ്കിൽ അനാവശ്യം പറയരുത്. തനിക്ക് അനാവശ്യം കാണിക്കാം, എനിക്ക് പറഞ്ഞുകൂടാ. മതി, പറയേണ്ടത് എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. വില കുറഞ്ഞ ഈഗോയുടെ പേര് പരസ്പരം വഴക്കടിക്കുന്നിടയിൽ കുഞ്ഞിനെ കുറിച്ച് ആരും ഓർത്തില്ല. മതി. ഞാൻ അവളുടെ ഡാഡി ആയിരിക്കാം, നീ അവളുടെ മമ്മി ആയിരിക്കാം. പക്ഷേ രക്തബന്ധങ്ങൾക്ക് അപ്പുറത്ത് സ്നേഹത്തിന് മറ്റേ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. ബോധമില്ലാതെ തളർന്നു കിടക്കുമ്പോഴും അവളെ ഡാഡിയെയും മമ്മിയും അല്ല അന്വേഷിക്കുന്നത്. അവൾ നമ്മളെ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവൾ നമ്മളെ ആഗ്രഹിച്ചപ്പോഴൊന്നും നമ്മൾ അവളെ ശ്രദ്ധിച്ചില്ല, സ്നേഹിച്ചില്ല. സോറി നന്ദ, നിങ്ങൾ അവളുടെ ആരാണെന്ന് ഇപ്പോ മനസ്സിലാവുന്നു. നിർബന്ധിച്ച് ആരും അവളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. അവൾ ഇവിടെ നിൽക്കട്ടെ. അവൾക്ക് എപ്പോ ഞങ്ങളെ കാണുമെന്ന് തോന്നുന്നോ അപ്പോ. അത് ചിലപ്പോൾ നാളെ ആവാം, ഒരാഴ്ച കഴിഞ്ഞാവാം, അല്ലെങ്കിൽ ഒരു മാസം. കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ? തൽക്കാലം മതിയാവും. ഞാൻ അവളുടെ അച്ഛനാണ്. എല്ലാം ഇവിടം വരെ കൊണ്ടെത്തിച്ചതിന് നന്ദിയുണ്ട്. അല്ല, നന്ദനോട് ഞാൻ പറഞ്ഞ എല്ലാരും കേട്ടല്ലോ, അത് തന്നെയാണ് തീരുമാനം. ജയരാജ ഒന്നുകൂടി മിണ്ടരുത്. നന്ദ, ഇറങ്ങട്ടെ. എടോ നന്ദ. യശോധരമ്മേ, അപ്പൊ ഇറങ്ങല്ലേ? എന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കണേ? പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങന്നെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കടവിലെത്തിയിട്ടുണ്ടാവില്ല. അവര് കടവിൽ തന്നെ കാണും. നീ മോളെ കൊണ്ടേ കൊടുക്ക്. ചേച്ചി, ഇപ്പൊ ഇവിടുന്ന് കരഞ്ഞിറങ്ങിപ്പോയത് അമ്മയാ. ഒരമ്മയുടെ വേദന എന്താണെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. ചേച്ചി, അവൾ ഉണർത്തരുത്. ഉറങ്ങുമ്പോഴേ പറ്റൂ. കൊണ്ടുപോയിക്കൊള്ളൂ. നന്ദ, ഇല്ല, മോളെ കൊണ്ടുപോകണം. ഇപ്പോൾ ഉറങ്ങ. അവൾ ഉണരുമ്പോ ഉണർത്താതെ നോക്കിയാൽ മതി. ഉണരുമ്പോഴേക്കും തോണി അക്കരെ എത്തിയിട്ടുണ്ടാവും. അവളെ വേദനിപ്പിച്ച് സാരമില്ല, കൊണ്ടുപോകുള്ളൂ. സ്ഥിരമായിട്ട് അവൾക്കോട്ട് തങ്ങാനാവില്ലല്ലോ. സാറ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരാഴ്ച, ഇല്ലെങ്കിൽ ഒരു മാസം. വേണ്ട, ഇപ്പോഴാവുമ്പോൾ എളുപ്പ. ഇല്ലെങ്കിൽ കാലം പഴകും തോറും ഒരു പറിച്ചുകൊണ്ട് പോക്ക്. അവക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അവക്ക് മാത്രമല്ല, ഞങ്ങൾക്കും, ഈ കുട്ടികൾക്കും, ആ മിണ്ടാപ്രാണികൾക്ക് വരെ. നന്ദ, കഴിഞ്ഞതൊക്കെ ഈ നാടും ഇവിടെ തങ്ങിയതും ഉറങ്ങുമ്പോ കണ്ടൊരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവളത് വിശ്വസിച്ചോളും.